ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അഗജാനന പദ്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ശ്രീമഹാഗണപതയേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ശ്രീദക്ഷിണാമൂർത്തയേ നമഃ. അസ്മദ്ഗുരുചരണാരവിന്ദാഭ്യാം നമഃ. ജന്മാദ്യസ്യ യദോന്വയാദിതരതഃ ച അർത്ഥേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാമ്നാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിലെ തത്വമൂല്യങ്ങളെല്ലാം ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി ശ്രീമദ് ഭാഗവത് സത്രം ആരംഭിച്ച് 13 വർഷങ്ങൾ 13ാമത്തെ വർഷത്തിലേക്ക് കാലൂന്നിയിരിക്കുകയാണ്. ഓരോ വർഷവും കൂടുതൽ തിളക്കത്തോടെ ഭാഗവതത്തെ പുതിയ മാനങ്ങളിലേക്ക് എത്തിക്കാൻ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന സംപൂജ്യ സ്വാമി ധൂമാനന്ദ തീർത്ഥജി മഹാരാജന്റെ പാദങ്ങളിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് തന്നെ ഭരതചരിത്രം ഭദ്രകാളി ആവിർഭാവം എന്ന വിഷയം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. ഈ നൈമിഷാരണ്യ വേദിയിൽ വന്ന് ഭഗവത് സ്മരണയോടെ എന്തെങ്കിലും എനിക്ക് പറയാൻ കഴിയുന്നത് ഭഗവത് നിയോഗമായിട്ടാണ് കരുതുന്നത്. കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണ് ഈ സത്രവേദിയിലെ ഒരു പ്രഭാഷകയാകാൻ കഴിഞ്ഞത്. ഇക്കൊല്ലവും ഭഗവത് ഇച്ഛ തന്നെ എന്ന് പറയാം. എന്തുകൊണ്ടെന്നാൽ ഇന്ന് പ്രൊഫസർ വൈദ്യലിംഗ ശർമ്മ അദ്ദേഹത്തിന്റെ അമൃതോലുന്ന വാക്കുകൾ കേൾക്കാൻ തയ്യാറായിട്ടാണ് എല്ലാവരും എത്തിയത്. പക്ഷെ നിയോഗം എന്ന് തന്നെ പറയാം. ഗുരുവായൂരത്തിന്റെ അനുഗ്രഹമായിരിക്കാം, അല്ലെങ്കിൽ ആ വൈദ്യലിംഗ ശർമ്മയുടെ അനുഗ്രഹമായിരിക്കാം ഇത്തവണത്തെ എനിക്കാണ് അത് പറയാനായിട്ടുള്ള സന്ദർഭം ലഭിച്ചത്. അങ്ങനെ പകരക്കാരിയായിട്ട് വന്ന എനിക്ക് അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ ആദ്യം തന്നെ നമസ്കാരം അർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്റെ ഉള്ളിൽ ഒന്ന് പറയട്ടെ, ഭഗവാൻ തന്നെ എന്റെ ഉള്ളിലേക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാനിത് പറയാൻ ആരംഭിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പാത്രത്തിൽ ജലം എടുത്തിട്ട് അതിൽ ഓരോ തുള്ളിയായിട്ട് പാലൊഴിച്ചു നോക്കുക. പാലൊഴിക്കുമ്പോൾ എന്ത് ചെയ്യും? കുറേ കഴിയുമ്പോൾ ഈ ജലം പാലിന്റെ നിറത്തിലേക്ക് എത്തിച്ചേർന്ന് പാൽമയമായി തീരും. അതുപോലെ തന്നെയാണ് ഈ തത്വകഥനം. ഒന്നിച്ചു പറഞ്ഞാൽ ആർക്കും അറിയില്ല. കുറേ പ്രാവശ്യം ഈ തത്വകഥനം കേൾക്കുക, അത് പറയുക, അങ്ങനെ അല്പാൽപമായി ജനഹൃദയങ്ങളിൽ എത്തിക്കുക. അങ്ങനെ അവരിലെ സദാശയങ്ങൾ കുത്തി നിറച്ച് അവരുടെ മനസ്സിനെ ശുദ്ധവും സംശുദ്ധവുമാക്കി സാത്വിക തലത്തിലേക്ക് ഉയർത്തുക. ഇതാണ് ഈ ഭഗവത് തത്വസമീക്ഷാ സത്രം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒന്നിച്ച് ഒരു കല്ലിൽ വെള്ളം ഒഴിച്ചാൽ കല്ലിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റിറ്റ് വീഴട്ടെ, ആ കല്ലിൽ ദ്വാരമുണ്ടായി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്നും ആ കല്ല് നല്ല പാകത്തിൽ നമുക്ക് ദ്രവിക്കാൻ തരത്തിലാക്കി തരും. അതുപോലെ തന്നെ നമ്മളുടെ മനസ്സിനെ സംശുദ്ധമാക്കാൻ ഇതുപോലുള്ള സത്സംഗങ്ങൾ, ഇതുപോലുള്ള സത്കഥാ പ്രവചനങ്ങൾ, തത്വസമീക്ഷാ കേന്ദ്രങ്ങൾ, തത്വസമീക്ഷാ സത്രങ്ങൾ, ഇതെല്ലാം നമുക്ക്, അതും ഇന്നത്തെ ആകെ കലുഷിതമായ അന്തരീക്ഷമുള്ളതായ രാജ്യത്തിന് കുറച്ചെങ്കിലും എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതായ ഒരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഇതിനു വേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിച്ച എല്ലാവർക്കും ആദ്യം തന്നെ അനന്തകോടി നമസ്കാരം. 12 സ്കന്ധങ്ങളുള്ളതാണല്ലോ ഭാഗവതം.
അതിൽ 5-ാം സ്കന്ധത്തിൻ്റെ ലക്ഷണമാണ് സ്ഥാനം എന്ന് പറയുന്നത്. സുഖദുഃഖങ്ങൾ ഇല്ലാത്തൊരവസ്ഥയാണ് വൈകുണ്ഠം. അതുകൊണ്ട് വൈകുണ്ഠ വിജയ സ്ഥാനം, സ്ഥാനം വൈകുണ്ഠ വിജയ എന്നാണ്. വൈകുണ്ഠത്തിലേക്ക് എത്തിക്കുക ആനന്ദം. ദുഃഖമുണ്ടാക്കുന്ന അജ്ഞാനം കൊണ്ടാണ് അത്രേ. ആ അജ്ഞാനം കൊണ്ടുണ്ടായ ദുഃഖത്തെ ജ്ഞാനം കൊണ്ട് വേണം മാറ്റിക്കുവാൻ. അതിനു വേണ്ടി ജ്ഞാനപ്രാപ്തിയാണ് ഈ വൈകുണ്ഠ വിജയം എന്നുള്ള ഈ സ്ഥാനം എന്നുള്ള ലക്ഷണമുള്ള 5-ാമത്തെ സ്കന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 3-4 സ്കന്ധങ്ങൾ ഇവിടെ ജ്ഞാനസമ്പാദനത്തിനുള്ള വഴികളൊക്കെ നിർദ്ദേശിച്ചു കൊടുത്തതായിട്ട് നമ്മൾ കണ്ടു. അതിൽ തന്നെ ആ വഴികളിലൂടെ സഞ്ചരിച്ച് ജ്ഞാനത്തിൽ ഉറപ്പുവരുത്തുന്നതാണ് സ്ഥാനം എന്നുള്ള 5-ാമത്തെ സ്കന്ധം. ഇതിലാകട്ടെ വളരെ തന്മയത്തോടു കൂടി തന്നെ ഇപ്പോൾ ഋഷഭയോഗീശ്വരൻ്റെ ചരിത്രം നമ്മളിൽ എത്തിച്ചു കഴിഞ്ഞു. അതിന് ശേഷമുള്ളതായിട്ടുള്ള കാര്യമാണ് പറയാനുള്ളത്. ആദ്യം തന്നെ ഭാഗവത കർത്താവ് നമുക്കൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം എന്ന് ആ ഭാഗവതത്തിൻ്റെ ആദ്യമേ ഉള്ളൊരു വാഗ്ദത്തമാണത്. താപത്രയ വിനാശനം ഈ ഭാഗവതം കൊണ്ട് നടത്തിത്തരും. അതുകൊണ്ട് വേദ്യമാണ് ഈ ഭാഗവതം എന്ന്. അങ്ങനെ അക്ഷരം പ്രതി അത് അനുസ്മരിച്ചു കൊണ്ടാണ് ഭാഗവതത്തിലെ ഉപാഖ്യാനങ്ങളെല്ലാം തന്നെ. ഇവിടെ നമുക്ക് ഭരത ചക്രവർത്തിയുടേതായ ആ ചരിത്രമാണ് അനുസ്മരിക്കാനുള്ളത്. ഋഷഭയോഗീശ്വരൻ്റെ കഥ പറഞ്ഞു. സാക്ഷാൽ ഭഗവൻ തന്നെ നാഭിക്കും മേരുദേവിക്കും പുത്രനായി ജനിച്ചു. അവധൂത അല്ലെങ്കിൽ പാരഹംസ്യ പദവി എങ്ങനെയാണ് എന്നുള്ളത് തൻ്റെ ജീവിതത്തിലൂടെ അനുഭവിച്ചു കാട്ടി. അങ്ങനെയുള്ള എങ്ങനെ ആയിരിക്കണം ഒരു ഗുരു, എങ്ങനെ ആയിരിക്കണം ഒരു പിതാവ്, എങ്ങനെ ആയിരിക്കണം ഒരു പത്നി, എങ്ങനെ ആയിരിക്കണം പുത്രൻ എന്ന് പോലും വളരെ വ്യക്തമായിട്ട് നിർദ്ദേശിച്ചു കൊണ്ടാണ് ആ ഋഷഭയോഗീശ്വര ചരിത്രം കഴിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ 100 പുത്രന്മാരിൽ ഒരാളായിരുന്നു, ആദ്യത്തെ പുത്രനായിരുന്നു ഭരതൻ. ആ ഭരതന്റെ ചരിത്രമാണ് നമുക്കിടെ സ്മരിക്കാനുള്ളത്. ഭരതസ്തു മഹാഭാഗവതോ യഥാ ഭഗവത അവനിതല പരിപാലനായ സഞ്ചിന്തിത തദനുശാസനപരഃ പഞ്ചജനീം വിശ്വരൂപദുഹിതരം ഉപയേമേ എന്നാണ് ആ 7-ാമത്തെ അധ്യായത്തിലെ ആരംഭം. ഭരതൻ ആരാണെന്ന് ചോദിച്ചു. മഹാഭാഗവത എന്നാണ് പറഞ്ഞത്. ഭാഗവതോത്തമനായ ഭഗവത് ഭക്തന്മാരിൽ അഗ്രഗണ്യനായ ഭഗവാൻ, അങ്ങനെയുള്ളതായ ഉത്തമനായ ഭരതൻ ഭഗവാനായിട്ടുള്ളതായ ഋഷഭയോഗീശ്വരനാൽ തന്നെ ഭൂമി പരിപാലനത്തിന് വേണ്ടി നിർബന്ധിച്ചും രാജ്യത്തിൽ രാജാവാക്കി വാഴിച്ചു. അപ്പോൾ അദ്ദേഹം വിശ്വരൂപന്റെ പുത്രിയായ പഞ്ചജനിയെ വിവാഹം ചെയ്തു. പഞ്ചജനിയാണ് 5 പേർക്ക് ജന്മം നൽകി. ആ ഋഷഭദേവന്റെ സങ്കല്പം മാത്രം കൊണ്ടാണ് ഭൂമി പരിപാലനത്തിന് ഏൽപ്പിക്കപ്പെട്ടത് ഭരതമഹാരാജാവ്. അദ്ദേഹത്തിൻ്റെ തന്നെ ആ ഋഷഭദേവന്റെ തന്നെ ആജ്ഞ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഹിതം എങ്ങനെയോ അതനുസരിച്ചാണ് ഭരതൻ വിശ്വരൂപന്റെ മകളെ വിവാഹം ചെയ്തതും. അതിൽ സുമതി, രാഷ്ട്രഭൃത്ത്, സുദർശനൻ, ആവരണൻ, ധൂമ്രകേതു എന്ന് 5 പുത്രന്മാർ ഉണ്ടാവുകയും ചെയ്തു. പറയണ ഋഷഭം പുത്രനം ഭരതരാജഋഷി തൃഷയകന്നങ്ങു ഭരിക്കമൂലം സുഖസമൃദ്ധിയിൽ ഉയർന്നും ഭാരതപ്പുകൾ ഇണങ്ങിയും വിളങ്ങി രാജ്യം. ഇനി ഇതിലും വിസ്തരിച്ച് എന്ത് പറയാനുണ്ട്? ആ അദ്ദേഹത്തിൻ്റെ ഭരണം അതെങ്ങനെ ആയിരുന്നു എന്നാണ് പറയണത്. നമ്മളുടെയൊക്കെ സങ്കല്പത്തിൽ നിന്നും ഇപ്പൊ കാണുന്ന ഈ രാജ്യപരിപാലനത്തിൻ്റെ സങ്കല്പത്തിൽ നിന്നൊക്കെ എത്രയോ വിദൂരം. എന്തുകൊണ്ടെന്നാൽ നാട്ടിലെ തേനും പാലും ഒഴുകുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിരുന്നു എന്നാണ്. സമൃദ്ധമാണ്. അകൃഷ്ടപച്യ ഭൂമി എന്നാണ്. കൃഷി കൂടി ചെയ്യേണ്ടി വന്നില്ല എന്ന്. ഭൂമി അങ്ങോട്ട് ചൊരിഞ്ഞു കൊടുത്തു അത്രേ സസ്യലതാദികള്. അങ്ങനെ സമ്പദ് സമൃദ്ധമായിരുന്നു രാജ്യം. അങ്ങനെ സത്കർമ്മങ്ങൾ ചെയ്താൽ ജനങ്ങൾക്ക് സ്വർഗം കിട്ടും. ഇപ്പൊ തന്നെ സ്വാമിജി മഹാരാജ നമുക്ക് പറഞ്ഞു സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ചോദിച്ചു. ആ സ്വർഗകാംക്ഷികളാണ് എല്ലാവരും. പക്ഷേ സ്വർഗകാംക്ഷികളായ ജനങ്ങൾ, സ്വർഗത്തിൽ പോയ ജനങ്ങൾ പോലും എത്തിച്ചു നോക്കി പറഞ്ഞു അത്രേ, ഈ അജനാഭ വർഷത്തിൽ ജനിച്ചില്ലല്ലോ എന്ന്. അത്രയും ഉഗ്രമായിരുന്നു അത്രേ ഭരതന്റെ രാജ്യഭരണം. ആ ഭരതൻ
രാജ്യം ഭരിച്ചതുകൊണ്ട് അജനാഭത്തിന് ഭാരതം എന്ന് പേരുണ്ടായി എന്ന് പറയാണ്. ഭാ എന്ന് വെച്ചാല് ജ്ഞാനം എന്നർത്ഥം. ആ രഥം എന്ന് വെച്ചാൽ അതിൽ രമിക്കുന്നവർ എന്നർത്ഥം. എല്ലാവരും ജ്ഞാന കുതുകികളായിരുന്നു, ജ്ഞാനം നേടാൻ തൽപരരായിരുന്നു ഭാരതത്തിലുള്ളവർ. അതാണ് ഭാരതത്തിന്റെ വൈശിഷ്ട്യം. ഭാരതം എന്നുള്ളത് കർമ്മഭൂമിയാണെന്ന് പറയാം. പക്ഷെ ജന്മഭൂമിയാം ഭാരതം എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാൻ പറ്റും. ഇവിടെ പറയണ ഖ്യാതോ നൃബോധ ഭരതോ നനു വർഷമേതത് ഏനാപദേവ വര ഭാരതനാമധേയം സമ്പാലയൻ വസുമതീം സസുഖം മഹാത്മാ സർവം വിസൃജ്യ പുലഹാശ്രമമാഭജാന്തേ. ചുരുക്കത്തിൽ ആ കഥ അങ്ങോട്ട് വർണ്ണിച്ചതിൽ പറയണേ, ഖ്യാതൻ വളരെ പ്രസിദ്ധനായിരുന്നു ഈ ഭരത ചക്രവർത്തി. അദ്ദേഹം കാരണം ഈ അജനാഭത്തിന് ഭാരതം എന്ന പേരുണ്ടായി. അങ്ങനെ ആ സമ്പാലയൻ വസുമതി എന്ന് പറഞ്ഞ വസുക്കൾ ഉള്ളതായ ഭൂമിയെ, സർവസമൃദ്ധമായിട്ടുള്ള ഈ ഭൂമിയെ ഭരിച്ച് സസുഖം ഭജിച്ചുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ രാജ്യമൊക്കെ ഉപേക്ഷിച്ച് പുലഹാശ്രമത്തിലേക്ക് ചെന്നു എന്നാണ് പറയുന്നത്. ക്ഷേമപൂർവ്വം രാജ്യം ഭരിച്ച് ആരെങ്കിലും വിട്ടുകളയുമോ? എന്താണ്? ഏകാത്തപത്രം ജഗതപ്രഭുത്വം എന്നാണ്. ഒരൊറ്റ കൊടക്കീഴിൽ രാജ്യം ഭരിക്കുക, ഈ മുഴുവൻ ലോകത്തിനും താൻ അധീനനാവുക, എന്നിട്ട് അതിനെ വിട്ടെറിഞ്ഞ് തനിക്കുള്ളതൊക്കെ പുത്രന്മാർക്ക് പങ്കുവെച്ച് കൊടുത്ത് രാജധാനി വിട്ട് പുലഹാശ്രമത്തിലേക്ക് ചെന്നു അത്രേ ഈ മഹാനുഭാവൻ. രാജാവായിരുന്നു, അങ്ങനെയുള്ള രാജാവായിരുന്നു ഭരതൻ. ആർക്ക് കഴിയും അതിന്? അത് ആ ജ്ഞാനഭൂമിയായ ഭാരതത്തിലുള്ളവർക്കേ കഴിയൂ. അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി. മാന്ധാദാജ മഹാപതി കൃതയുഗാലങ്കാരഭൂതോ ഗതഃ. മാന്ധാതാവ് എന്നൊരു രാജാവുണ്ടായിരുന്നു കൃതയുഗത്തിൽ അലങ്കാരമായിട്ട്. സേതുര്യേന മഹോദോ വിരചിത ക്വാസോ ദശാസ്യാന്തക. ആരാണോ ഭൂമിയിൽ സമുദ്രത്തിൽ ചിറകെട്ടിയിട്ട് ലങ്കയിലേക്ക് പോയത്, ആ ദശാസ്യനെ നശിപ്പിച്ചതായ ശ്രീരാമചന്ദ്ര പ്രഭു എവിടെ? കേനാഭി സമം ഗത ന വസുമതി എന്ന് ഉറപ്പിച്ചു. ഒരൊറ്റ ആൾക്കും ഈ രാജ്യത്തിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞുവോ? അപ്പൊ അത് ഇതിലുള്ള മമത്വം പാടില്ല എന്ന് ഉറപ്പിച്ചു നമ്മളുടെ ഭരത ചക്രവർത്തി. അങ്ങനെയുള്ളതായ ചക്രവർത്തി ഈ സർവ്വ സൗഭാഗ്യങ്ങളും ഇട്ടെറിഞ്ഞിട്ടാണ് പുലഹാശ്രമത്തിലേക്ക് ചെന്നത്. ഒന്നുമില്ലാതെ വീട് വിട്ടു പോയതൊന്നുമല്ല, അങ്ങനെ ആശ്രമത്തിൽ അഭയം തേടിയതുമല്ല. ഈ പുലഹാശ്രമം എന്ന് പറയുന്നത് എന്താണ്? ഗണ്ഡകി നദീ തീരത്താണത്രേ ഈ പുലഹാശ്രമം. പരമപവിത്രമായിട്ടുള്ള ചക്രനദി. അവിടെ എന്താ പ്രത്യേകത? സാളഗ്രാമ ശിലകൾ അങ്ങോട്ട് ഒഴുകി 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 വരും അത്രേ. ആ ആശ്രമസ്ഥാനങ്ങളെ പവിത്രമാക്കുന്നതായിട്ടുള്ള ഹരിക്ഷേത്രം. ഇന്നത്തെ നേപ്പാൾ വജ്രദന്തി എന്നുള്ളൊരു കീടം ഒരു ചക്രാകൃതിയിൽ ഈ ഗൃഷചക്രമാണ്. അതിങ്ങനെ ആ കല്ലിനെ ഇതാക്കി വരും അത്രേ. തുളസീദളം ഇട്ട് കഴിഞ്ഞാൽ വഴി മാറും അത്രേ വജ്രദന്തി എന്നാണ് പറയുന്നത്. ഇന്നൊക്കെ കമേഴ്ഷ്യലായി ഒക്കെ കച്ചവടത്തിന് കിട്ടുന്നുണ്ട്. അന്നത്തെ ആ സാളഗ്രാമശീല എടുക്കാൻ തുളസി അതിലിട്ടിട്ടാണ് അത്രേ എടുക്കുക. അസ്മിൻ സാളഗ്രാമ ചക്രേ ധ്യായാമി ഭഗവന്തം നാരായണം എന്ന് ശ്രദ്ധയായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അതിലൊരു തുളസീദളം അങ്ങോട്ട് അർപ്പിച്ചു കഴിഞ്ഞാൽ സകല പാപങ്ങളും തീരും എന്നായിരുന്നു നമ്മളുടെ വിശ്വാസം. പണ്ട് എല്ലാ ഗ്രഹങ്ങളിലും സാളഗ്രാമ പൂജയുണ്ട്. 2, 3 സാളഗ്രാമങ്ങളുള്ളതായ ഗ്രഹങ്ങൾ ഇന്നുമുണ്ട്. അതിലൊരു തുളസീദളം മാത്രമേ അർപ്പിക്കേണ്ടൂ. തോയവും തുളസീദളവും അർപ്പിച്ചാൽ പോലും ഭഗവാൻ സർവപാപങ്ങളെയും നശിപ്പിക്കും. അങ്ങനെയുള്ളതായ ആ സാളഗ്രാമം ഒഴുകി വരുന്ന നദീതീരത്ത് ഈ എത്ര ഹവാവ ഭഗവാൻ ഹരിഹി അദ്യാവി തത്രത്യാനാം നിജജനാനാം വാത്സല്യേന സന്നിധാപ്യതേ ഇച്ഛാരൂപേണ എന്നാണ് ഭാഗവതോത്തമൻ പറഞ്ഞു നിർത്തിയത്. വാത്സല്യലാണ് പറഞ്ഞത്. സ്നേഹത്താല് സന്നിധാനം കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അവിടെ ഇച്ഛാരൂപേണ. ഇച്ഛാരൂപേണ എന്ന് പറഞ്ഞാൽ ഭക്ത അനുഗ്രഹം അനുസരിച്ചിട്ടുള്ള രൂപത്തോടുകൂടി. അതുകൊണ്ടാണ് സാളഗ്രാമശിലയെ നരസിംഹ സാളഗ്രാമം. ഏത് രൂപത്തിൽ വേണമെങ്കിൽ, നാഗമാണ് അല്ലെങ്കിൽ മഹാവിഷ്ണുവാണ്, ഏത് രൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. ഏതുപോലെ സഹന്തഭാഗ്യം ജനാനാം. ഗുരുവായൂരപ്പൻ ഇങ്ങനെയാണ് കൈശോരവേഷ. ഒരു കുമാരനായിട്ട് കൈശോരവേഷത്തിൽ, യുവത്വം കിടക്കുന്ന വേഷത്തില് ഇന്നും വർത്തിക്കുന്നുവല്ലോ. അതുപോലെ എപ്പോഴും ഭഗവാന്റെ സാന്നിധ്യമുള്ള സ്ഥലമായിരുന്നു ഈ പുലഹാശ്രമം. തസ്മിൻ ഹവാവ കില ഏകലഹ എന്ന് പറഞ്ഞ ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് എപ്പോഴും. എന്തിന്? ഭഗവത് ചിന്തയ്ക്ക്
പ്ലസ് മാർക്ക് ഇടാൻ പറ്റുന്നത്. ഏകാഗിയായിട്ടിരുന്നാൽ ഭഗവാനെ ധ്യാനിക്കാൻ സാധിക്കും. ആ പുലഹാശ്രമ ഉപവനെ, ആ പുലഹാശ്രമത്തിന്റെ ഉപവനത്തില് വിവിധ കുസുമ കിസലയ തുളസിക അമ്പുവിഹി, പലതരത്തിലുള്ള പൂക്കള്, തളിരുകള്, തുളസീദളങ്ങള്, നല്ല നിർമ്മലമായ ജലം, പിന്നെയോ കന്ദ മൂല ഫലോപഹാരയിഷ്ട, കിഴങ്ങുകളും പഴങ്ങളും ഉപഹാരമൊക്കെ നിവേദിച്ചുകൊണ്ട് സമീഹമാനഹ, ഭഗവാനെ അങ്ങോട്ട് ധ്യാനിച്ചുകൊണ്ട് ഭഗവത ആരാധനം, ഭഗവാന്റെ ആരാധനം, വിവിക്ത ഉപരത വിഷയാഭിലാഷ ഉപഭൃതോപശമഃ പരാം നിർവൃതിമവാപ, എല്ലാം ഏകാന്തമായിരുന്നു കൊണ്ട് എല്ലാത്തിൻ്റെ സംഘവും കടഞ്ഞ് വളരെ പരമാനന്ദ നിർവൃതിയിലാണ് അത്രേ ആ ഭരതമുനി അവിടെ കഴിച്ചു കൂട്ടിയിരുന്നത് എന്ന് പറയാണ്. അങ്ങനെ പരിസരത്തുള്ള ഉദ്യാനം തപസ് ചെയ്യുകയാണ്. തപസ്സും ഭഗവത് ആരാധനയും ചെയ്ത് അദ്ദേഹം ബാഹ്യ അഭിലാഷങ്ങളൊക്കെ വെടിഞ്ഞു എന്ന് പറയാം. പുറമേ കാണുന്നതൊന്നും അദ്ദേഹത്തിനെ മയക്കുന്നതായിരുന്നില്ല. കുസുമ കിസലയ തുളസികാമ്പ് ബിഹി എന്നാ പറഞ്ഞ്. അങ്ങനെ ഭഗവാനെ ആരാധിക്കുമ്പോൾ സമാധിയിൽ അങ്ങോട്ടാവും അത്രേ. ആകുമ്പോഴേ ആനന്ദ ബാഷ്പം ചൊരിഞ്ഞ് നിർവൃതിയിലാണ്ട് ഭഗവാന്റെ പാരാവാരമായ ആ ഗുരുവായൂരപ്പന്റെ, ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ, ആ സമസ്ത കല്യാണനിധിയായ ആ നാരായണന്റെ കരുണയിൽ സ്വയം ലയിക്കും. ഭഗവാന്റെ ഓരോ ലീലയും ഓർക്കും. ആ ലീലകളാണ് വൃന്ദാവനാന്ത സഞ്ചാരി എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ആ വൃന്ദാവനത്തിൽ നടക്കുന്നതായ ഭഗവാന്റെ രൂപം ഓർമ്മ വരും. അതേപോലെ തന്നെ ഏതൊക്കെ ഭഗവാന്റെ ലീലകൾ മനസ്സിൽ തോന്നിയോ ആ രൂപങ്ങളൊക്കെ മനസ്സിൽ ധ്യാനിച്ചാണ് അദ്ദേഹം ആനന്ദ ബാഷ്പം ചൊരിഞ്ഞ് നിർവൃതിയിൽ അങ്ങോട്ട് ആണ്ട് ഭഗവാന്റെ അപാര കരുണയിൽ സ്വയം അങ്ങോട്ട് ലയിച്ച് എന്തു ചെയ്യും? ഓരോ ലീലകളും ഓർമ്മിച്ച് ഓരോ സന്ദർഭവും ഓർത്ത് ഭഗവാന്റെ ആ ഭക്ത പാരവശ്യം ഓർത്തോർത്ത് അതിൽ ആറാടിക്കഴിഞ്ഞു പോയ ആ മഹാമുനിക്ക് ആരാധന പോലും മറന്ന മട്ടായി എന്ന് പറയാണ്. ഭഗവത് സപര്യാമപി ന സസ്മാര എന്ന് പറയാണ്. ഭഗവത് സപര്യ പോലും അദ്ദേഹം മറന്നുപോയത്രേ. കാരണം എന്താണ്? പ്രണയ ബാഷ്പ നിരുദ്ധ അവലോകനയന ഏവം നിജ രമണ അരുണ ചരണാരവിന്ദ അനുധ്യാന പരിചിതം. ഭഗവാന്റെ ചരണാരവിന്ദങ്ങളെ തന്നെ ധ്യാനിച്ച് ഭക്തിയോഗേന പരിപ്ലുത, ഭക്തിയോഗത്തിൽ അങ്ങോട്ട് ആറാടി സദ്യ പ്രേരയതേ മതിം മദയതേ രോമാഞ്ചയത്യംഗകം എന്ന് ആ സന്തോഷത്തില് രോമാഞ്ചം കൊണ്ട് ആനന്ദാശ്രുക്കൾ ഒഴിച്ചുകൊണ്ട് പരമ ആഹ്ലാദ ഗംഭീര ഹൃദയ ഹ്രദാവഗാഢ ആ ആനന്ദക്കയത്തിൽ അങ്ങോട്ട് മുഴുകിക്കൊണ്ട് താമഭി ക്രിയമാണാം എന്താണ്? ഭഗവത് സപര്യാമഭി ന സസ്മാര, ഭഗവാനെ പൂജിക്കണമെന്ന് പോലും മറന്നുപോയത്രേ. സമാധിയിലായിട്ടുള്ള ഭഗവാൻ ആ ഭരതൻ ചെയ്യുന്ന പൂജ ഏത് എന്ന് പോലും അദ്ദേഹം ഓർത്തില്ല എന്ന് പറയാണ്. കാരണം ജാഗ്രത, സ്വപ്നം, സുഷുപ്തി ഇത് മൂന്നുമാണ് അവസ്ഥാത്രയങ്ങൾ. ജാഗ്രത ആയിരിക്കുമ്പോൾ ഭഗവാനെ പൂജിച്ചുകൊണ്ടിരിക്കും. ജാഗ്രതയിൽ നിന്ന് നേരെ സുഷുപ്തിക്ക് പോകൂടെ? നമ്മളൊക്കെ പലതരം സ്വപ്നങ്ങൾ കാണുന്നത് നമ്മുടെ സ്വപ്നങ്ങളിൽ. പക്ഷെ ഇന്ന് ഈ ഭാഗവത സത്രം കഴിഞ്ഞ് പോകുന്ന നമ്മൾ കിടക്കുമ്പോൾ നമുക്ക് ഇത് തന്നെ കാതിലൊലിക്കും. അല്ലെങ്കിൽ ഈ കഥകൾ തന്നെ സ്വാമിജി നമുക്ക് പറഞ്ഞ് ഏൽപ്പിച്ചു തന്നതായ ആ വിഷ്ണു സഹസ്രനാമത്തിലെ ഓരോ പദങ്ങളും നമ്മളുടെ ചെവികളിൽ മുഴങ്ങും. കാരണം അത് അതിൻ്റെതായ പ്രത്യേകതയാണ്. ഇവിടെ എന്ത് ചെയ്തു? സ്വപ്നത്തിൽ പോലും ഭഗവൻ നാമങ്ങൾ, ഭഗവത് ലീലകൾ, ഈശ്വര വിചാരം, ഇതാണ് മനസ്സിന്റെ പക്വാവസ്ഥ എന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തിയിരുന്നു അത്രേ ഭരതൻ. അപ്പയ ദീക്ഷിതരെ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്ന മഹാനാണ്. അദ്ദേഹം ഒരു ദിവസം ഇത് ശരിയാണോ എന്ന് പരീക്ഷിച്ചു നോക്കിയത്രേ. അതിന് വേണ്ടിയിട്ട് ഉമ്മത്തങ്കായ കലക്കി കുടിച്ചാൽ ഭ്രാന്ത് പിടിക്കുന്നതാണ് അല്ലേ? ആ ഉമ്മത്തങ്കായ കലക്കി കുടിച്ചു. എന്നിട്ട് ഇത് ഉന്മത്ത പഞ്ചാശത് എന്ന് പേരായ ഒരു ആത്മാർപ്പണ സ്തുതി രചിച്ചു അത്രേ അദ്ദേഹം. അതിൽ പറയണ സർവം സദാശിവ സഹസ്വമമാപരാധം, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത എല്ലാ അപരാധവും ഭഗവാനെ ക്ഷമിക്കണമേ. മഗ്നം സമുദ്ധര മഹത്യമുമഹബദബ്ദോ, ഈ ആപത്താകുന്ന കടലിൽ ഞാൻ ഒഴുകി കിടക്കുകയാണ്. എന്നെ ഒന്ന് മഗ്നം മാം ഉദ്ധര, എന്നെ ഒന്ന് കൈപിടിച്ച് ഉയർത്തുമോ ഭഗവാനെ. സർവാത്മനാ തവ പദംബുജമേവ ദീനഃ സ്വാമിൻ
അനന്യശരണഃ ശരണം പ്രപദ്യേ. എനിക്ക് ആരുമില്ല ഭഗവാനെ, അങ്ങ് മാത്രമേ എനിക്ക് ശരണമായിട്ടുള്ളൂ, എന്നെ അങ്ങടെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചാൽ, അതായത് ഉന്മത്താവസ്ഥയിലും അദ്ദേഹത്തിന് ആ ഭഗവാനെ കാണാൻ കഴിഞ്ഞു എന്ന്, സ്വപ്നാവസ്ഥയിലും ആ ഭഗവത് രൂപം ഓർക്കാൻ, ഭഗവാന്റെ ലീലകൾ മനസ്സിൽ വരാൻ സാധിക്കുമോ എന്ന് പരീക്ഷിച്ചു നോക്കിയതാണ് അപ്പയദീക്ഷിതർ. എന്തായാലും ശരി, ഇങ്ങനെയൊക്കെയുള്ളതായ ഭരതൻ എന്തു ചെയ്തു? മാന്തോലെടുത്ത് പലതര സന്ധ്യകളിലും, പ്രഭാത സന്ധ്യ, മധ്യാഹ്ന സന്ധ്യ, സായം സന്ധ്യ, അങ്ങനെ അനുസവനം എന്നാണ്, ഓരോ സന്ധ്യകളിലും സ്നാനം ചെയ്ത് ചെമ്പിച്ച ജടയോട് കൂടിയിട്ട് ഭരത ചക്രവർത്തി അല്ലെങ്കിൽ ഭരതമുനി സൂര്യമണ്ഡലത്തിൽ ഹിരണ്മയ വപുസ്സായി ശോഭിക്കുന്ന സൂര്യദേവനെ എങ്ങനെ സ്തുതിച്ചു എന്നാണ്. കേയൂരവാൻ മകരകുണ്ടലവാൻ കിരീടീ ഹാരി ഹിരണ്മയവപുഃ ധൃതശങ്കചക്രഃ. ഭഗവാനെ കാണുകയാണ് എങ്ങനെ? അതിനാരായണ മൂർത്തിയെ ആ സൂര്യഭഗവാനിൽ കാണുകയാണ് എന്ന് ധ്യാനിച്ചുകൊണ്ട് ഗായത്രി മന്ത്രത്താൽ സ്തുതിച്ചു എന്നാണ്. എന്താണ്? പരോ രജഃ സവിദുഃ ജാതവേദോ ദേവസ്യ ഭർഗോ മനസേദം ജജാന സുരേദസാദഃ പുനരാവിശ്യ ചഷ്ടേ ഹംസം ഗൃദ്രാണം നൃഷദൃംഗിരാം ഇമഹ എന്ന് പറഞ്ഞ് അദ്ദേഹം സ്തുതിച്ചു. അങ്ങനെ സ്വന്തം സങ്കല്പം, ഭഗവാൻ എന്ത് ഈ വിശ്വം ചമയ്ക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു സങ്കല്പം മാത്രത്തുള്ളൂ, ഒരു ഞൊടിക്കുള്ളിൽ ഈ വിശ്വത്തിനെ മുഴുവൻ അങ്ങോട്ട് ചമച്ച് അതിൽ പ്രവേശിക്കുകയും ചെയ്യാം. എന്നിട്ടോ ശിക്ഷക്തി, ഭഗവാന്റേതായ ജ്ഞാനശക്തി കൊണ്ട് ജീവനെ സന്ധാരണം ചെയ്യുക. അങ്ങനെ ബുദ്ധിവൃത്തികളെ പ്രവേശിപ്പിച്ച് പ്രശോഭിക്കുക. ബുദ്ധിവൃത്തികളെ പ്രശോഭിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണിന് കണ്ണായി വർത്തിക്കുക, കാതിന് കാതായി വർത്തിക്കുക, മനസ്സിന് മനസ്സായി വർത്തിക്കുക. ഞാനിപ്പോൾ ഇവിടെ എന്തെങ്കിലും പറയണമെങ്കിൽ ഭഗവാൻ തന്നെ എൻ്റെ മനസ്സിൽ ചേക്കേറണം, എന്നാലല്ലേ എല്ലാതെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളതായ പ്രകൃതിയിൽ നിന്നും പരമായ സർവജ്ഞമായ ആ സൂര്യതേജസ്സിനെ ഞാനിതാ വന്ദിക്കുന്നു. വാസുദേവന്റെ നേത്രാദികളായിട്ടും വാസുദേവന്റെ അവയവങ്ങളെ, വാസുദേവൻ ആരാണെന്ന് കുറച്ചു മുമ്പ് തന്നെ വളരെ വ്യക്തമായിട്ട് വിശുദ്ധം ജ്ഞാനം ബ്രഹ്മ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു തന്നു. അങ്ങനെ എല്ലാവരിലും കുടികൊള്ളുന്ന ആ വാസുദേവനെയായിരുന്നു അങ്ങനെ നടന്നു വന്നിരുന്ന ഒരു കാലം. അങ്ങനെ അദ്ദേഹം ഇരിക്കുകയാണ്. ഈ സമയത്ത് എന്തുണ്ടായി എന്ന് പറയണ, എല്ലാത്തിനും പ്രാരബ്ധം വിട്ടൊഴിയാൻ പറ്റില്ല എന്ന്, നമുക്ക് വെച്ചിട്ടുള്ളത് നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്. തത്രൈകഥാപതിതമേണ ശിശും തടിന്യാം ഭക്തോ ദയാലുഃ അനയത് സ്വതപോ ഗൃഹാന്തം തത്പാലന പ്രണയബദ്ധമതി പരേതോ ലബ്ധ്വാ മൃഗത്വമുദഗേ സ ജഹൗതനും ത്വാം. ആ കഥ അങ്ങോട്ട് ചുരുക്കി പറഞ്ഞു പോയി. ഇവിടെ പറയണ, ഒരു ദിവസം ഭരതമുനി ചക്രനദിയിൽ സ്നാനം ചെയ്ത് ബ്രഹ്മാക്ഷരം ഉരുക്കഴിച്ചു കൊണ്ടിരുന്നു. ആ സമയത്ത് പൂർണ്ണ ഗർഭിണിയായ ഒരു മാൻപേട, ആ മാൻപേടയുണ്ടല്ലോ, തത്ര തദാരാജൻ ഹരിണി പിപാസയ ജലാശയാഭ്യാസം ഏകൈവ ഉപജഗാമ. സംഘമായിട്ട് വന്നില്ല അത്രേ, ഒറ്റയ്ക്ക് ആ നദിയിൽ വെള്ളം കുടിക്കാനായിട്ട് പൂർണ്ണ ഗർഭിണിയായ ആ മാൻപേട വന്നു. നദിയിലിറങ്ങി സ്വസ്ഥമായിട്ട് വെള്ളം കുടിച്ചു കൊണ്ടിരിക്കേ അടുത്തു നിന്നും ഒരു സിംഹഗർജനം കേട്ടു. സ്വതവേ ഭയന്ന പ്രകൃതിയാണ് മാൻ, അതും മാൻപേട പോരാ, തൻ്റെ ഗർഭത്തിൽ മറ്റൊരു ജീവി. കുരങ്കൈഹി ഉത്തരംഗാക്ഷൈഹി സ്തബ്ധകർണൈഹി ഉദീര്യതേ എന്ന് ആ മാനുകളുടെ സ്വതവേയുള്ള സ്വഭാവം എങ്ങനെയാണെന്ന് വർണ്ണിക്കുകയാണ്. ഈ കുരങ്കങ്ങളുണ്ടല്ലോ, മാനുകളുണ്ടല്ലോ, ചെവി വട്ടം പിടിച്ചു നിൽക്കും, ചെറിയ ശബ്ദം പോലും കേട്ടാൽ മതി അവ പാഞ്ഞോടും. അങ്ങനെയാണ് മാനുകൾ സ്വതവേ. അങ്ങനെയുള്ളതായ ഈ മാന് എന്ത് ചെയ്തു? തൻ്റെയും തൻ്റെ ഗർഭസ്ഥ ശിശുവിനെയും സംരക്ഷിക്കണം, ഒരു റെസ്പോൺസിബിലിറ്റി തോന്നി മനസ്സിൽ. താൻ മാത്രമല്ല, ഒരു മാതൃഹൃദയമല്ലേ, അമ്മയ്ക്ക് എന്ത് ചെയ്യും? എപ്പോഴും അമ്മയ്ക്ക് തന്നെ കുട്ടി ഭാരമല്ല, കുട്ടിയെ രക്ഷിക്കണം, ഈ ഒരു ചിന്തയുള്ളൂ. നമുക്കറിയാം, ഉത്തര ഓടി വന്ന് ഭഗവാനോട് പറയുന്നത്, മാമേ ഗർഭോ നിപാത്യതാം, എൻ്റെ ഗർഭം പോകരുത്, എനിക്ക് എന്തു വേണമെങ്കിൽ വന്നു കൊള്ളട്ടെ എന്നാണ് ഉത്തരയും പറഞ്ഞത്. ഇവിടെ ആ മാന് വിചാരിച്ചത്, തൻ്റെ ഗർഭസ്ഥ ശിശുവിനെ സംരക്ഷിക്കേണ്ട എനിക്ക് ചുമതലയുണ്ട്. ആവശ്യം ഹി സർവേഷാം കാരണം ബലം, എല്ലാ കാരണങ്ങൾക്കും ബലം ആവശ്യമാണ്.
ആവശ്യം വന്നപ്പോൾ ഈ മാന് വേറെ ഒന്നും ആലോചിച്ചില്ല, ഉടനെ രണ്ടൊന്നും ചിന്തിച്ചില്ല, ഒരൊറ്റ ലോങ് ജമ്പ്, ഒരൊറ്റ ചാട്ടം ചാടി. ആ ചാടി പറയാണ്, മാൻ ചാടിയതിലൊരു അതിശയവും ഇല്ലാന്ന്. ആൽത്തറയിൽ നിന്ന് ഒരാശാൻ പറയാണ് ബ്രഹ്മ സത്യം ജഗത് മിഥ്യ എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രസംഗം. ഇപ്പം നമ്മളെയൊക്കെ പോലെ എന്ന് വിചാരിച്ചോളോ, ഗംഭീര പ്രസംഗം. ഈ ആൽത്തറയിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അദ്വൈതത്തെ പറ്റി പറയുന്ന ആശാനാണ്. പെട്ടെന്നാണ് കേൾക്കുന്നത് ആന ഓടി എന്ന്. ആന ഓടി എന്ന് കേട്ടതോടുകൂടി അദ്വൈതം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ആശാൻ ഒരൊറ്റ ചാട്ടം തൻ്റെ ജീവനും കൊണ്ട് രക്ഷിച്ചു പോയി. അപ്പൊ അദ്ദേഹം എന്താ അങ്ങനെ ആശാനെ, അങ്ങല്ലേ ഇപ്പൊ ബ്രഹ്മാസത്യം ജഗത് മിഥ്യ എന്നൊക്കെ പറഞ്ഞത്, എന്നിട്ട് നീ ഓടാമോ എന്ന് പറഞ്ഞപ്പോ ക്രിയാവൈരാഗ്യം ഇല്ല. വൈരാഗ്യമൊക്കെ വാക്കിലേ ഉള്ളൂ, ക്രിയയിൽ വൈരാഗ്യം വരുന്നത് എളുപ്പമല്ല എന്ന് സാധാരണക്കാര് പറയുമ്പോൾ ഈ മാൻപേടയുടെ കാര്യം എന്ത് പറയലും, മിണ്ടാപ്രാണിയല്ലേത്, അതിനെ പറയാനുണ്ടോ? മാനിന്റെ ഗർഭം സ്രവിച്ചു, കുഞ്ഞ് നദിയിൽ, അമ്മ കരയിൽ ഒരു വങ്കിൽ ചെന്നടിച്ച് മരിച്ചു. ഒന്നിന്റെ മരണം, മറ്റൊന്നിന്റെ ജനനം. അതൊരു നിയതി, ആ നിയതിയായിട്ട് നടന്നു. അനാഥയ്ക്ക് ദൈവം തുണ എന്ന് പറയുന്ന വാക്ക് അരക്ഷിതം തിഷ്ഠതി ദൈവരക്ഷിതം എന്നാണ്. അരക്ഷിതമായിട്ടുള്ള ഒന്നിനെ രക്ഷിക്കാൻ അവിടെ ഈശ്വരൻ വന്നുകൊള്ളുമെന്നാണ്. മനുഷ്യരൂപേണ ഭഗവാൻ എന്നൊക്കെ പറയുന്നത് പോലെ അമ്മ നഷ്ടപ്പെട്ട മാൻകുഞ്ഞ് വെള്ളത്തിൽ അങ്ങോട്ട് ഒഴുകി 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 പോവുകയാണ്. അത് കണ്ട ഭരതമുനിയുടെ മനസ്സ് അലിഞ്ഞതായ അദ്ദേഹം അതിനെയും കൊണ്ട് ആശ്രമത്തിലേക്ക് നടന്നു. മാൻകുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചപ്പോൾ ഒരു മമത തോന്നി. അതിനെ തീറ്റിപ്പോറ്റുന്ന വ്യഗ്രതയിൽ, അതിനെ തീറ്റിപ്പോറ്റണമല്ലോ, അതുകൊണ്ട് അദ്ദേഹം അനുഷ്ഠാനങ്ങൾ മറന്നു എന്നാണ്. അതുവരെ പരോരജഹ ജാതവേദസഹ എന്നൊക്കെ പറഞ്ഞിരുന്ന ആള് എല്ലാം മറന്നു. മമത തോന്നിയത് അബദ്ധമായി. കരുണ നല്ലതാ അല്ലേ? ഒരാളുടെ സങ്കടം ഉണ്ടെങ്കിൽ കരുണ നല്ലതാ, അത് മമതയിലേക്ക് ചാടരുത്. എന്ത് ചെയ്തു? അറ്റാച്ച്മെന്റ് തോന്നിയതിനാൽ അദ്ദേഹത്തിന് 2 ജന്മം എക്സ്ട്രാ എടുക്കേണ്ടി വന്നു അല്ലേ? 2 ജന്മം കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയില്ലെങ്കിൽ അപ്പോഴേ മോക്ഷത്തിന് റെഡിയായി. ബദ്ധപരികരഹ മോക്ഷായ ഗമനം പ്രതി, കയ്യും കെട്ടി മോക്ഷയ്ക്ക് റെഡിയായിരുന്ന ആളാണ്. പക്ഷെ ഇവിടെ എന്തുണ്ടായി? 2 ജന്മം പിന്നെയും എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പൊ അങ്ങ് പറയണ എന്താ കാരണം എന്ന് ചോദിക്കുകയാണ്. വിനയാകും ഇങ്ങനെയുള്ള ആശ. ഒരു സുഭാഷിതമുണ്ട്, എന്താ പറയാറെന്നറിയോ? ആശാനാമ മനുഷ്യാണാം കാചിത് ആശ്ചര്യ ശൃംഖല യയാ ബദ്ധാഃ പ്രധാവന്തി മുക്താഃ തിഷ്ഠന്തി മാനുഷാഃ. ആശ എന്ന് പറയുന്നത് ഒരു തരം ചങ്ങലയാണെന്ന്. ഈ ചങ്ങലയിൽ ബന്ധിതനായി കഴിഞ്ഞാൽ പ്രധാവന്തി, ആകേണ്ട ഇരിക്കപ്പാച്ചലില്ലാതെ എവിടേക്കോ ഓടി നടക്കും. എന്നിട്ടോ പുനരഭിജനനം പുനരഭിമരണം എന്നുള്ള ഊരാകുരുക്കിൽ പെടും. മുക്താഹ തിഷ്ഠന്തി, മുക്തന്മാരായിട്ടുള്ള ഇത് കണ്ടും പരിഭ്രമിക്കുകയില്ല എന്ന്. അതായത് കാരണം ഭഗവാനിലുള്ള പ്രിയമാണ് ഭക്തിയാകേണ്ടത്. ഉപനിഷത്ത് വാക്യം എന്താണെന്നറിയോ? അസ്തി, ആത്മാ അസ്തി. അതൊരു ഉപനിഷത്ത് വാക്യമാണ്. ആത്മാ ഭാതി, ആത്മാവ് എന്നും പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചിച്ചക്തിയാണ്, ചൈതന്യ രൂപമാണ്. ആത്മാ പ്രിയം, ആത്മാ വളരെ പ്രിയമാണ്. ഇതൊക്കെ ഉപനിഷത്ത് വാക്യങ്ങളാണ്. ഇതൊക്കെ ആത്മാവിന്റെ സ്വരൂപമാണെന്ന് ഉപനിഷത്തുകൾ പറയുന്നു. പക്ഷേ ആ പ്രിയം എന്തിനോടാകാം? ഭഗവാനോടാകുമെങ്കിൽ നമുക്ക് മുക്തി. അത് തന്നെ അല്ലാത്തതിലാകുമെങ്കിൽ നമുക്കത് തന്നെ പാശക്കയറ്. നമുക്ക് രാമായണത്തിൽ പ്രസിദ്ധമായിട്ടുള്ള സംഭവം അറിയാം. ശ്രീരാമചന്ദ്രനെ കൈകേയിക്ക് വശംവദനായിട്ടുള്ള ദശരഥ ചക്രവർത്തി 14 കൊല്ലം കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പിതൃവാക്യ പരിപാലനത്തിന് വേണ്ടി പുറപ്പെട്ടു. പുത്രപാശത്താൽ ബദ്ധിതനായ ദശരഥ ചക്രവർത്തിക്ക് ആ വിയോഗം സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം രാമ രാമ ഇതി ഉച്ചൈഹി വിലപന്ന് ജീവം ത്യക്ത്വ തുടങ്ങി പ്രാണാൻ ത്യക്ത്വ ദിവം യയു. അദ്ദേഹം പ്രാണൻ വെടിഞ്ഞു. അതേ സമയത്ത് കൗസല്യ പ്രിയമേ വെച്ചിരുന്നുള്ളൂ. പ്രിയം വെച്ചിരുന്നത് കൊണ്ട് 14 കൊല്ലം കഴിഞ്ഞും തൻ്റെ പുത്രൻ തിരിച്ചു വരുന്നത് കാത്തു നിൽക്കാൻ ആ കൗസല്യമാതാവിന് കഴിഞ്ഞു. അത് തന്നെ നമുക്ക് ദൃഷ്ടാന്തമാണ്. ഭരതോപാഖ്യാനത്തിന്റെ രഹസ്യവും ഇതാണ്, ആശാപാശം കൊടുക്കും എന്ന്. ഭരതൻ എന്ന് പറഞ്ഞാൽ ആരാ? ഋഷഭയോഗേശ്വരന്റെ പുത്രൻ അല്ലേ? അജകരത വൃത്തി സ്വീകരിച്ച് അഹമഹമികയ, ഞാൻ വരാം എന്ന് പറഞ്ഞുകൊണ്ട്
ഓരോ അണിമാതി സിദ്ധികളും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. പക്ഷേ ആത്മജ്ഞാനിയായ ആ ഋഷഭദേവൻ ഒന്നിനെയും സ്വീകരിച്ചില്ല. അത് ജ്ഞാനിയായവന് ഒന്നും ബന്ധകാരണമല്ല. അതാണ് നമുക്ക് ജ്ഞാനമുണ്ടെങ്കിൽ ഇതൊന്നും ബന്ധകാരണമാവില്ല. എന്നാൽ മനുഷ്യ മനസ്സിനെ വിശ്വസിക്കാൻ പറ്റുമോ? മനുഷ്യ മനസ്സ് എന്നുള്ളത് ചതിയനാണ്. ചഞ്ചലത്വം മനസ്സഹ ധർമ്മ. ചഞ്ചലമാണ് മനുഷ്യ മനസ്സിൻ്റെ ധർമ്മം. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞ് എൻ്റെ വിചാരത്തിന് മാറ്റം വരും. വിശ്വസിച്ചുകൂടാ മനസ്സിനെന്ന്, അല്ലേ? പരാശര മഹർഷി പോലും കാമമോഹിതനായി ആ ദാശകന്യകയെ കണ്ട്. അങ്ങനെ മഹാന്മാർക്ക് എത്ര പേർക്ക് പിഴ പറ്റിയിരിക്കുന്നു. അതിനാൽ യോഗീശ്വരന്മാർ പോലും സ്വന്തം മനസ്സിനെ വിശ്വസിക്കുകയേ ഇല്ലത്രേ. കളവായിട്ട് വേണ്ട, സ്നേഹ മൈത്രിയാദികളാൽ അല്ലെങ്കിൽ വാത്സല്യത്തിൻ്റെ അഭിനിവേശം കൊണ്ട് മനസ്സ് ചഞ്ചലിതമാകും. ഇവിടെ ഉണ്ടായത് അതാണ്. ഭരതമുനിക്ക് പകരം നമ്മളായിരുന്നാലും ആരുടെയും കരളലിയിപ്പിക്കുന്ന ദൃശ്യമാണ് ഈ നദിയിൽ ഒഴുകി വരുന്ന മാൻകുഞ്ഞ്, അല്ലേ? ഏതൊരു ഹൃദയത്തിനും കരുണ തോന്നും. ഗർഭത്തിൽ നിന്നും സ്രവിച്ച മാതൃഹീനയായ കുഞ്ഞ്, അതിനെന്ത് ചെയ്യാമായിരുന്നു ഭരത ചക്രവർത്തിക്ക്? ആ കുഞ്ഞിനെ എടുത്ത് വേണ്ട പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകി, അഥവാ പോട്ടെ കുറച്ചൊക്കെ പാലൊക്കെ കുടിപ്പിച്ചിരുന്നാലും ഒന്ന് സ്വന്തം നടക്കാൻ പുറപ്പെട്ട സമയത്ത് അതിനെ വിടാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്തു? അതിനെ വിട്ടില്ല. നദിയിലെ പൂഴി മണലില് ഒരാൾ ആണ്ട് പോണൂന്നിരിക്കട്ടെ, അവനെ രക്ഷിക്കാൻ പുറപ്പെടുന്നവരൊക്കെ നദിയിൽ ആ പൂഴി മണലിൽ ആണ്ട് പോകും. ഇതാണ് ലോക സ്വഭാവം. വികാരാവേശമൊക്കെ നല്ലതാണ്, പക്ഷേ അത് വിവേകത്തിന് വഴിമാറണം എന്നുള്ളത് മറന്നു പോകാത്ത സത്യം. വിവേകത്തോടു കൂടി ആയിരിക്കണം വികാരാവേശം. പക്ഷേ മാൻകുട്ടിയോടുള്ള മമത ഒരു പ്രാരബ്ധമായി മാറി ഈ ചക്രവർത്തിക്ക്. യോഗചര്യകളിൽ എന്നൊക്കെ അദ്ദേഹം ഭ്രഷ്ടനായി എന്ന് പറഞ്ഞു. ഒന്നും ചെയ്തില്ല. എന്താണ്? ഭയം പ്രമത്തസ്യ വനേഷു അഭീസ്യാത്. ഒരിത്തിരി തെറ്റിക്കഴിഞ്ഞാൽ വനത്തിൽ പോയി ഏകാന്തമായി ഇരുന്നിട്ടൊന്നും കാര്യമില്ല, അവൻ ഭയപ്പെടണം. അവനെ ചതിക്കും ഈ മനസ്സ്. പരമജ്ഞാനം ഉൾക്കൊള്ളുന്ന താപസന്മാർക്ക് പോലും ഇത് സംഭവിച്ചതിന് ഉദാഹരണമായിട്ടാണ് പരാശരയോഗിയുടെയൊക്കെ കഥ പറഞ്ഞത്. ഭക്തിക്ക് എന്തെങ്കിലും കുറവുണ്ടോ നമ്മുടെ ഭരത ചക്രവർത്തിക്ക്? ഭക്തിയുടെ പാരവശ്യം, വൈരാഗ്യത്തിൻ്റെ തുണയുമുണ്ട്. അല്ലെങ്കിൽ ബലം വൃദ്ധം ഘോഷം ഇതൊക്കെ ഉപേക്ഷിച്ച് വരുമോ? എല്ലാം ഉപേക്ഷിച്ച് വരാൻ പറ്റണമെങ്കിൽ നല്ല വൈരാഗ്യ ബുദ്ധിയും വേണം. എല്ലാം ഉപേക്ഷിക്കാൻ വിരക്തനല്ലേ കഴിയൂ. എന്നാൽ വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു ജ്ഞാനം, അത് സമയോചിതത്തിൽ വേണ്ട സമയത്തിൽ വിനിയോഗിക്കാനുള്ള മനസ്സാന്നിധ്യം, അത് പോരാതെ വന്നു. അതാണ് എല്ലാ വിനകൾക്കും കാരണമായത്. ഭരതൻ ഒരു ജ്ഞാനതാപസനായിരുന്നില്ല, അവിടെയാണ് പോക്ക്. അദ്ദേഹം യോഗതാപസനായിരുന്നു. ജ്ഞാനതാപസനായിരുന്നെങ്കിൽ ഈ മാൻകുഞ്ഞിലും ബ്രഹ്മസ്വരൂപമാണ്. ബ്രഹ്മവിത് സർവം ബ്രഹ്മ, അല്ലെ? എല്ലാം ബ്രഹ്മമായിട്ട് കാണണം. അങ്ങനെ കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അഹന്തയോ എൻ്റേതെന്ന ഭാവമോ ആ ചക്രവർത്തിയെ സ്പർശിക്കുമായിരുന്നില്ല. മാൻകുട്ടിയോട് സംഘബദ്ധനായി മോക്ഷരൂപമായ ബ്രഹ്മത്തിൽ നിന്നും അകലാൻ ഇടയായി. ഭഗവത്ഗീതയിൽ പറയുന്നു, ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷുപജായതേ. ഏതെങ്കിലും ഒന്നിനെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടേയിരിക്കൂ, പതുക്കെ അതിനോടാവും നമുക്ക് ഹോട്ടൽ. അത് നേടിയെടുക്കുന്നത് വരെ അതിനെ തന്നെ അനുസന്ധാനം ചെയ്യും നമ്മളുടെ മനസ്സ്. ഇന്ദ്രിയാണം വിചരതാം യന്മനോനു വിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാവം ഇവാംഭസി എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ, നാവാണെങ്കിൽ നാവ്, ചെവിയാണെങ്കിൽ ചെവി, കണ്ണാണെങ്കിൽ കണ്ണ്, ഏതെങ്കിലും ഒന്നിൻ്റെ പിന്നാലെ മനസ്സ് പാഞ്ഞാൽ വീണ്ടും വിചാരം ഇല്ലാതാക്കി തീർക്കും. വിശേഷ ബുദ്ധിയുള്ളവനാണ് മനുഷ്യൻ, അല്ലേ? മനുഷ്യൻ എന്ന് വെച്ചാൽ ജ്ഞാനം നരാണാം അധികോ വിചാര. അധികമായിട്ടുള്ള ഒന്നാണ് ജ്ഞാനം. മറ്റു ജീവജാലങ്ങളിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നതും ഈ ജ്ഞാനമാണ്. തല ഉയർത്തിപ്പിടിക്കുന്നവനാണ് മനുഷ്യൻ. അങ്ങനെയുള്ള മനുഷ്യനെ പോലും അവൻ്റെ വിശേഷ ബുദ്ധിയെയും അപഹരിച്ച് ചക്രവാദത്തിൽ, അതായത് കൊടുങ്കാറ്റിൽപ്പെട്ട തോണിയെ പോലെ മനസ്സ് ആലോലം പാടും. ഇതാണ് ഉണ്ടായത്. ഇവിടെ എന്തുണ്ടായി? തസ്യഹവ ഏണഗുണകൈ. ഈ ഒരു മാൻ കുഞ്ഞിൽ
ഏതസ്മിൻ കൃത നിജാഭിമാനസ്യ, ഇതെന്റെ എൻ്റെ എന്നുള്ളൊരു തോന്നൽ വന്നതോടുകൂടി തത് പോഷണ പാലന ലാലന പ്രീണന അനുധ്യാനേന, അതിനെ കെട്ടിപ്പിടിക്കുക, ചുംബിക്കുക, അതിന് തലോടുക, അതിനെ തോളത്ത് വെച്ചുകൊണ്ട് നടക്കുക, അങ്ങനെ എന്ത് ചെയ്തു? ആത്മനിയമാഹ, താൻ നിയമമായിട്ട് കുറെ നേടിയെടുത്തിട്ടുള്ള സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. സഹ യമാഹ, യമാദികൾ പോലും പുരുഷ പരിചര്യാദകൾ, അത് ഭഗവാനെ ആരാധിക്കുന്നത് പോലും ഓരോന്നോരോന്നായിട്ട് പോയി. മാൻകുട്ടിയെ എടുത്തു വളർത്തി, പാല് കുടിപ്പിച്ചു, പല്ലു മുളച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഇളം പുല്ലൊക്കെ അരച്ച് കലക്കി കൊടുത്തു, മറ്റു മൃഗങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഉറക്കമൊളിച്ച് കാവലിരുന്നു. ഇനി പറയണ്ട, എന്താണ്? സംശുദ്ധമായ ആനന്ദമായ ആത്മസ്വരൂപത്തെ വിട്ട് അനിത്യമായ ഈ മാനിലായിരുന്നു ആ മഹർഷിക്ക് അല്ലെങ്കിൽ ആ മുനിക്ക് താല്പര്യം. കൃഷ്ണപാദത്തിലൂന്നിയിരുന്ന മനസ്സ് കൃഷ്ണസാരത്തിൽ കുടുങ്ങിപ്പോയി. അതാണ്ടായത്. കൃഷ്ണപാദം ഭഗവത്പാദത്തിലായിരുന്നു മനസ്സ്. കൃഷ്ണസാരം എന്ന് വെച്ചാൽ മാനാണ്. ആ മാനിലായിപ്പോയി മനസ്സ്. അങ്ങനെ ആയപ്പോഴോ സഹസ്രനാമം 10 തവണ എന്നുള്ളത് 1 തവണയായി. 4 ദിവസം കൂടുമ്പോൾ ഒരിക്കലായാൽ മതി. പ്രണവം മാത്രം ഉച്ചരിച്ചാൽ മതി എന്നായി. 12 നാമ പറഞ്ഞാൽ പോരെ, എന്തിനാ അഷ്ടോത്തരം എന്നായി. വേണ്ട, ഒരു പ്രണാമം മതിയല്ലോ. ഒരൊറ്റ നമസ്കാരത്തിൽ ഒതുങ്ങി. മാൻകൊട്ടിയോട് തോന്നിയ വാത്സല്യം, ഉത്തരവാദിത്വ ബോധം. ഒരു കാര്യം ആലോചിക്കാൻ മറന്നുപോയി ഭരതമുനി. സൃഷ്ടിച്ച ഭഗവാൻ നമുക്ക് ഭൂമി തന്നിട്ടുണ്ട്, കാലൂന്നാനുള്ള ഭൂമി തന്നിട്ടുണ്ട്, ശ്വസിക്കാനുള്ള വായു തന്നിട്ടുണ്ട്, സൂര്യപ്രകാശം ഇഷ്ടം പോലെയുണ്ട്, ജലമുണ്ട്. എന്നാൽ രക്ഷിക്കാതിരിക്കുമോ? അത് ചിന്തിക്കാനുള്ള ബുദ്ധി ആ ഭരതമുനിക്ക് ഉണ്ടായില്ല. ഞാനില്ലെങ്കിൽ ഈ കുഞ്ഞിൻ്റെ കാര്യം എന്താകും എന്നായിരുന്നു ചിന്ത. ഇടയ്ക്ക് വെച്ച് നിർത്തി തൻ്റെ കുഞ്ഞിനെ ആരാധനയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് നിർത്തും. കുഞ്ഞിനെ വാത്സല്യപൂർവ്വം കെട്ടിപ്പിടിച്ച് പറയും, എൻ്റെ മോനെ നീ സുഖമായിട്ടിരിക്കെ, നിനക്കൊരു വിഷമവും വരാതിരിക്കട്ടെ. ഇതായിരുന്നു ഭരതമുനിയുടെ കാഴ്ചപ്പാട്. അഭിജ്ഞന്മാർ പറയാറുണ്ട്, മമേതി മമതാമൂലം, എൻ്റെ എന്ന് പറയുന്നതാണ് മമതയ്ക്ക് കാരണം. ഒരു ആട് മേയ്ക്കുന്നവനുണ്ടായിരുന്നു, ഒരു ബാലൻ. നിറച്ച് ചെമ്മരിയാട്ടിൻ കുട്ടികൾ, വെളുവെളുവെളേ എന്നുള്ള ചെമ്മരിയാട്ടിൻ കുട്ടികൾ തറച്ചുണ്ട്. ഈ ആട്ടിൻപറ്റത്തെയും കൊണ്ട് കുന്നിൻപുറത്തേക്ക് മേയാൻ പോകും. ഭയങ്കര വാത്സല്യമാണ് കുഞ്ഞുങ്ങളോട്. ഒരു ദിവസം ഒരു ചെന്നായ ഈ നല്ല സുഖമായിരിക്കുന്ന പിഞ്ച് ആട്ടിൻകുട്ടിയെ കിട്ടിയപ്പോൾ തിന്നു. ഇതോടുകൂടി ബാലൻ വീട്ടിൽ വന്ന് ഉറക്കമില്ല, കരച്ചിലായി, വീഴ്ചലായി, സങ്കടമായി. ഇതൊക്കെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, മതി നിന്റെ ആടുമേക്കല്, ഞാൻ ഈ ആടിനെയൊക്കെ വിൽക്കാൻ പോവാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആടിനെയും മറ്റൊരാൾക്ക് വിറ്റു. ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞു പോയി. ഒരു ദിവസം വാർത്ത പരന്നു നാട്ടില്, ആ ആട്ടിൻപറ്റത്തെ മുഴുവൻ ചെന്നായ കൂട്ടം കടിച്ചു തീർത്തു. പക്ഷേ ഈ കുട്ടിക്ക് ഒരു വിഷമവും ഉണ്ടായില്ല. ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞു പിടിച്ച് ഭക്ഷണം പോലും ഉപേക്ഷിച്ച ബാലൻ ഒരു പറ്റം ആട്ടിൻകുട്ടികൾ, തൻ്റേതായിരുന്ന ആട്ടിൻകുട്ടികൾ, അതിൻ്റെ ഉടമസ്ഥൻ വേറെ ആയപ്പോൾ ഒരു വിഷമവും തോന്നിയില്ല. കാരണം എന്താ? മമേതി മമതാമൂലം. എൻ്റെ എന്ന് പറയുമ്പോഴാണ് പ്രശ്നം. എൻ്റെ അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അപ്പൊ എൻ്റെ എന്ന് തോന്നാതിരിക്കണമെങ്കിൽ വേണം ഭഗവത് കാരുണ്യം വേണം. എന്തായാലും നശിക്കാൻ പോണത് അതിനോട് എൻ്റെ 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 എന്നുള്ള വാത്സല്യം അരുത്. അതുകൊണ്ട് എന്ത് ചെയ്തു? ആ ഹരിണക്കുട്ടിയെ തോളിലേറ്റിക്കൊണ്ടാണ് വനത്തിലേക്ക് വരെ ചമത എടുക്കാനടക്കം പോവുക. കാരണം മൃഗസ്കാലാദിഭ്യോ ഭയം ആശസ്മാന. ആ ചെന്നായിക്കൂട്ടത്തിൽ നിന്നൊക്കെ വല്ലതും വന്നാലോ, ഞാനുണ്ടെങ്കിൽ രക്ഷയായി. ഞാനെന്താ ശാശ്വതമാണോ? പക്ഷെ ഞാനുണ്ടെങ്കിൽ രക്ഷയായി എന്ന് പറഞ്ഞു. ഇങ്ങാനും മാൻകുഞ്ഞ് സ്വാവലംബിയായി പുറത്തു പോയെങ്കിലോ കാഴ്ച നഷ്ടപ്പെട്ടവനെ പോലെ ദുഃഖിക്കും, റോട്ടിൽ കണ്ണും നട്ടിരിക്കും. സൂര്യൻ അസ്തമിച്ചുവല്ലോ, ഇനിയും എൻ്റെ ഓമന തിരിച്ചു വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സ് പിടക്കും. കാരണം അതിസ്നേഹ പാപശങ്കി എന്ന് കാളിദാസൻ പറയാറുണ്ട്. സ്നേഹാധിക്യം പാപചിന്തയെ ഉണ്ടാക്കുകയുള്ളൂ. അച്ഛൻ മക്കളെ എന്ന പോലെ എൻ്റെ ഓമനയ്ക്ക് എന്ത് സംഭവിച്ചുവോ, എൻ്റെ ഓമനയില്ലാതെ ഞാൻ എന്ത് ചെയ്യും ഈശ്വര, എൻ്റെ ഓമന, എൻ്റെ ഓമന. ഇതായിരുന്നു ആ രാജാവിൻ്റെ ചിന്ത. ഇങ്ങനെ രാജ എന്ന് പറയാൻ പറ്റില്ല, മുനിയായല്ലോ, ഭരതമുനിയുടെ ചിന്ത. അവൻ്റെ ഏതെങ്കിലും കുസൃതി കാണുമ്പോൾ അവൻ ദർഭപ്പുല്ലെടുത്ത് തിന്നും, ഭഗവാൻ നൈവേദ്യം വെച്ചിരിക്കുന്നത് എടുത്ത് കഴിക്കും. അപ്പോൾ ശകാരിക്കുമ്പോൾ പരിഭ്രമിച്ച് കണ്ണുമുരുട്ടി കണ്ണിൽ 2 തുള്ളി വെള്ളവും നിൽക്കുന്ന ആ മാൻകുഞ്ഞിനെ കാണുമ്പോൾ ഈ അച്ഛൻ്റെ ഹൃദയം വിലപിക്കും. വേണ്ടായിരുന്നു, എൻ്റെ മകനെ ഞാൻ കുറ്റം പറയാൻ പാടില്ലാതായിരുന്നു എന്ന്.
അതുപോലെ ചെറിയ കൊമ്പ് മുളച്ചിട്ടുള്ള ആ കൊമ്പ് കൊണ്ട് തൻ്റെ ശരീരത്തിൽ അങ്ങനെ ഉരസുമ്പോൾ വെണ്ണ പുരട്ടിയതുപോലെ തോന്നുമത്രേ. വളരെ നിർവൃതി. അയ്യോ, എന്ത് ഭംഗിയാണ് എൻ്റെ കുട്ടിയെ കാണാൻ, അവൻ്റെ കാതും കണ്ണും കണ്ടിരുന്നാൽ പോരെ, ഇനി മറ്റൊരു സ്വർഗം എനിക്ക് വേണോ എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ ഭരതന്റെ കാര്യമേ ഇങ്ങനെ ആയാല് നമ്മുടെ കാര്യം പറയാനുണ്ടോ? നമ്മളൊക്കെ പേരക്കുട്ടികളെ മടിയിൽ വെച്ചുകൊണ്ട് താലോലിച്ച് ഇത് തന്നെ സാമ്രാജ്യം എന്ന് പറഞ്ഞിരിക്കുന്നവരാണ് അല്ലെ. അനുഷ്ഠാനങ്ങളെ കളഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ പ്രയാസമാണ്. യുവതലമുറ എന്ത് ചെയ്യുന്നു? വയസ്സായവർക്കേ ഇങ്ങനെ കുറച്ചെന്തെങ്കിലും അനുഷ്ഠാനം ഉണ്ടെങ്കിൽ അത് കളഞ്ഞു. യുവതലമുറ അനുഷ്ഠാനങ്ങളെ ഇല്ലാതായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുപോലുള്ള സത്രങ്ങളും സത്സംഗങ്ങളും നടക്കുമ്പോൾ യുവജനങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായാൽ അത് വലിയൊരു ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. എന്തായാലും ശരി, അങ്ങനെ സ്വന്തം രാജകുമാരന്മാരെ രാജധാനിയിൽ വിട്ട് സർവസ്വവും ത്യജിച്ചു വന്ന ചക്രവർത്തിയായിട്ടുള്ള ആ ഭരതമുനിക്ക് ഈ മാൻ കുഞ്ഞിനെ കുറിച്ച് പ്രലപിക്കാൻ മാത്രം നേരം. അതിലൊരു നിർവൃതി. മൃഗസംഘത്തിൽ ആണ്ടുപോയ മുനി ഹൃദയം ആത്മാവിനെ പാടെ മറന്നു. അങ്ങനെ സംഘമാണ് മനസ്സിനെ നയിക്കുന്നത്. അതുതന്നെയാണ് ഏറ്റവും, കപില മഹർഷി പറയാണ് അമ്മയോട്, മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ. മനുഷ്യന്റെ മനസ്സ് തന്നെയാണ് ബന്ധവും മോക്ഷവും ഉണ്ടാക്കി തരുന്നത്. ഭഗവാനിലാണ് മനസ്സെങ്കിൽ മുക്തിക്ക് വഴിയായി. അതുതന്നെ ബാഹ്യവിചാരങ്ങളിലാണ് മനസ്സെങ്കിൽ ബന്ധനത്തിന് കാരണമായി തീരും എന്ന്. ഇവിടെ അഘടമാന മനോരഥ ആകുലിത ഹൃദയ മൃഗധാരകാഭാസേന സ്വാരബ്ധ കർമ്മണ യോഗാരംഭതോ വിഭ്രംശിത സയോഗതാപസഃ. ആ യോഗാരംഭത്തിൽ നിന്നെല്ലാം നഷ്ടപ്പെട്ട് ഈ കുട്ടിയെ പോഷണം ലാലനം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സന്തോഷിപ്പിക്കുന്നു മാതിരുന്നു. ഇങ്ങനെ കുറച്ചു നേരങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും എന്തുണ്ടായി? ആത്മാനം അവിഗണയതഃ എന്ന് പറഞ്ഞു. തൻ്റെ ആത്മാവിനെ കുറിച്ച് മറന്നുപോയി, ആത്മജ്ഞാനമേ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ അഹിരിവ അഖുബിലം അല്ലേ, ഒരു എലിപ്പൊത്തിന്റെ മുമ്പിൽ പറ്റി വിടച്ചു നിൽക്കുന്ന ഒരു സർപ്പം എന്നതുപോലെ കരാളമായിട്ടുള്ള കാലം പ്രത്യക്ഷപ്പെട്ടു. മരണാസന്നമായ സമയമായി ഭരതമുനിക്ക്. അങ്ങനെ എന്ത് ചെയ്തു? ദേഹം പ്രാണവിഹീനമായി. മാൻകുട്ടിയാണെങ്കിൽ യജമാനന്റെ മുമ്പിൽ കരഞ്ഞു നിൽക്കുക. എങ്ങനെ? ആ സമയത്ത് എല്ലാവരും എന്താ വേണ്ടത്? അന്തേ നാരായണ സ്മൃതി. നമ്മളും അങ്ങനെ കാണുന്നില്ലേ? മരിക്കാനായിട്ട് നാരായണ സ്മൃതി വേണമെന്ന് വിചാരിച്ചാലും ബന്ധുക്കൾ സമ്മതിച്ചു കൊടുക്കില്ല. ചുറ്റും വട്ടക്കെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറയും, അവരുടെ മനസ്സെ നമ്മളിലേക്ക് ഡൈവേർട്ട് ചെയ്യും. അവസാനം എന്ത് ചിന്തിക്കുന്നുവോ അതുപോലെ ആയിത്തീരും മനസ്സ്. മനസ്സിന്റെ സ്വഭാവം അതാണ്. അത് മോൾഡ് ചെയ്യാൻ പറ്റും. മെഴുക് പോലെയാണ്. നമ്മൾ എങ്ങനെയാക്കുന്നു അങ്ങനെയാകും. യം യം വ്യാപി സ്മരൻ നിത്യം ത്യജന്തേ കളേവരം തം തമേവേദി കൗന്തേയ എന്ന് ഗീതയിൽ പറഞ്ഞു. നമ്മൾ എന്തിനെ സ്മരിച്ചുകൊണ്ട് മരിക്കുന്നുവോ അതായിത്തീരുമെന്ന്. പക്ഷെ കർമ്മഫലം കൊണ്ട് വ്യത്യാസം ഉണ്ടാവും. ബന്ധുക്കളെ വിചാരിച്ച് മരിച്ചാൽ ബന്ധുവായി വരണമെന്നില്ല. ആ ബന്ധുക്കളുടെ വീട്ടിലൊരു പട്ടിയോ പൂച്ചയോ പല്ലിയോ എന്തെങ്കിലും ആവാം. കർമ്മഫലം ഉണ്ടല്ലോ കൂടെ. അപ്പൊ ഇതിനെ മുത്തശ്ശിയാണോ മുത്തശ്ശനാണെന്ന് അറിയാണ്ട് അടിച്ചു കൊല്ലുകയും ചെയ്യും പേരക്കുട്ടികൾ അല്ലേ. പല്ലീനെയും എലീനെയൊക്കെ കൊല്ലും, പെരിച്ചാഴീനെയൊക്കെ. എന്തോ ആട്ടെ, എല്ലാവർക്കും അന്തേ നാരായണ സ്മൃതിന്ന് അടിവരയിട്ട് പറയാണ് ഭഗവതാകാരൻ. ഏതായാലും നാരായണ എന്നു സദാ ജപിച്ചാൽ നാവിന്നുണർച്ചവരു പാപം കെടും പശികെടും വ്യസനങ്ങൾ തീരും. പ്രാണൻ എപ്പോൾ പോകുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതുപോലുള്ള സത്സംഗങ്ങൾ എപ്പോഴും ഉണ്ടാകട്ടെ. അപ്പോഴെങ്കിലും നമ്മളതെങ്കിലും ഓർക്കും. പ്രാണൻ മരിച്ചാൽ അവിടുന്ന് വിട്ടുപോകാൻ എളുപ്പമല്ല. വാടക വീടിനോട് തന്നെ നമുക്ക് ആഭിജാത്യമുണ്ട് ഇല്ലേ. 4-5 വർഷം താമസിച്ച വാടക വീടിനോട് പോലും നമുക്ക് ഭ്രമം. 60, 70, 80 വയസ്സുമായിട്ട് തീറ്റിപ്പോറ്റി പൗഡർ ഇട്ട് ഡൈ ചെയ്ത് എങ്ങനെയൊക്കെ സുന്ദരമാക്കുമോ അതൊക്കെ ചെയ്ത് ഈ ശരീരം വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതിനെന്താണ് ഏറ്റവും എളുപ്പ വഴിയെന്ന് ചോദിക്കണം. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. അതുകൊണ്ട് സത്സംഗത്തിൽ എപ്പോഴും ഏർപ്പെടണം എന്ന് പറയണം. അത് ആ മാത്രമേ ജന്മം കരാറാൻ ഒരു വഴിയുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും ശരി, ആ മാനിനെ കുറിച്ച് തന്നെ ചിന്തിച്ചിരുന്നിട്ട് ആ മാനായി പിറന്നു അവസാനം. അപ്പൊ മാനായി പിറന്ന സമയത്ത് ആ മാനിനെ കണ്ട സമയത്ത് അടുത്ത ജന്മം മാൻദേഹ വന്നത്. പക്ഷെ തീവ്ര സാധന ചെയ്തിട്ടുണ്ടല്ലോ മുമ്പ്, അത് ഡെപ്പോസിറ്റ് ആയിട്ട് കൂടെ വന്നു.
അതുകൊണ്ട് പുണ്യം ചെയ്തപ്പോൾ തക്ക സമയത്ത് അത് ഉപകാരപ്രദമായി. ഉടനെ തന്നെ പൂർവ്വജന്മശ്രുതി ആ മൃഗജന്മത്തിലും ഉണ്ടായി എന്ന് ഇത് ഭാഗവതത്തിൽ പറയുന്നതാണ്. പക്ഷേ നമുക്ക് പ്രത്യക്ഷമായിട്ടറിയാം ഗുരുവായൂർ കേശവൻ അല്ലേ, പൂർവ്വജന്മസ്മൃതി ഉള്ളത് കൊണ്ടായിരിക്കണം ഭഗവാന് തന്നെ കൈകാര്യം ചെയ്ത് ഭഗവാനിൽ തന്നെ ലയിച്ചു ചേർന്നത്. ഇതുപോലെ രമണാശ്രമത്തിൽ ലക്ഷ്മി എന്നൊരു പശു ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അവിടെ ഒരു നായ ഉണ്ടായിരുന്നു അത്രേ. അതെന്ത് ചെയ്ച്ചാൽ ആ കാഷായ വസ്ത്രത്തിൽ തന്നെ വന്നിരിക്കും. ഏകാദശി വ്രതമാണ് മഹർഷിക്കെങ്കിൽ ഏകാദശി എടുക്കും അത്രേ. അപ്പൊ എന്തോ പൂർവ്വജന്മസ്മൃതി ഉണ്ട്. എന്തായാലും ശരി, ഞാൻ വിചാരിക്കുകയാണ് കഷ്ടം, വിവേകികളുടെ ഉത്തമ മാർഗത്തിൽ ഞാൻ വ്യതിചലിച്ചു പോയി. രാജകീയ സുഖഭോഗങ്ങൾ ഉണ്ടായി, പ്രൗഢി പ്രതാപങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ ഞാൻ എൻ്റെ മനസ്സ് ചതിച്ചില്ലേ? ഞാനൊരു മാൻകുഞ്ഞിന്റെ പിന്നാലെ ദൂരെ ദൂരെ ചെന്ന് കുടുങ്ങിയില്ലേ? കുടുക്കിയതൊന്നുമല്ല, കുടുങ്ങിയത് തന്നെ എന്ന് വിചാരിച്ചു. ചിത്രകൂടത്തിൽ വെച്ച് ശ്രീരാമനും സീതയുമായിട്ടുള്ളൊരു സംഭാഷണമുണ്ട്. ജ്ഞാനപ്പാൽ കൊടുത്ത് വളർന്നവളാണ് സീതാദേവി. അപ്പൊ സീതാദേവി പറയുകയാണ്, ഭഗവാൻ രാമചന്ദ്രനോട് ഉണർത്തിക്കുകയാണ്, അങ്ങ് ഒരിക്കലും തൻ്റെ ഇതിൽ നിന്നും തെറ്റിപ്പോകരുത്, അങ്ങ് സ്ത്രീ സംഘത്തിൽ പെട്ടുപോകില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഒരു കുറ്റവും ചെയ്യാത്ത പ്രാണികളെ അല്ലെങ്കിൽ തങ്ങൾക്ക് ചെയ്യാത്ത അപരാധം ചെയ്യാത്തവരെ വധിച്ചേക്കരുത്. എന്ത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ എനിക്കൊരു ദൃഷ്ടാന്തം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മഹർഷി അതിപാവനമായ രമണീയമായ സ്ഥാനം അവിടെ ഇരുന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഭടൻ വന്ന് തൻ്റെ വാള് ഏൽപ്പിച്ചു കൊടുക്കണം, ഇത് നോക്കിക്കോളോ മഹർഷി എന്ന്. അദ്ദേഹം ആ വാളുറിയും തൻ്റെ അടുത്ത് തന്നെ വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് തൊട്ടു നോക്കി. അടുത്ത ദിവസം തുറന്നു നോക്കിയപ്പോൾ ഇരുതലമൂർച്ചയുള്ള ഒരു വാള്. 2-4 ദിവസം കഴിഞ്ഞപ്പോൾ അതിനോട് സംഘം. പതുക്കെ അവിടെയുള്ള ഇലച്ചെടികളൊക്കെ വെട്ടി തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ചെടികളെ സസ്യലതാദികളെ പോഷിപ്പിക്കുന്ന മഹർഷി സസ്യലതാദികളെ വെട്ടി. അത് കഴിഞ്ഞ് മൃഗങ്ങളെ പോലും വെട്ടാൻ തുടങ്ങിയെന്ന്. സംഘമാണ് എല്ലാത്തിനും കാരണം എന്ന് പറയുന്നത്. ഇതിൽ എന്തിനാതൊക്കെ പറയുന്നത്? അന്ന് രാമായണത്തിൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭരതമുനിയുടെ മാനിന്റെ കാര്യവുമായിട്ടുള്ള സംഘം പറഞ്ഞു. എന്തിനു പറയുന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്ത. എന്തു പറയുന്നു എന്നുള്ളതിൽ പ്രസക്തിയില്ല, എന്തിനു പറയുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രസക്തി. ഏതായാലും ശരി, മനസ്സിലെ സങ്കുചിത്വം നീക്കി അത് വിശാലമായിട്ട് ഋജുവായിട്ട് സുന്ദരമായിട്ട് തീർക്കണമെങ്കിൽ നമ്മുടെ ഉള്ളില് നിറയേണ്ടതായ ഭക്തിയുണ്ട് എന്ന് പറയാണ്. അത് ഭക്തി മാത്രം ഉണ്ടായാൽ പോരാ, എല്ലാ ബന്ധങ്ങളിൽ നിന്നും നമ്മളെ മുക്തമാക്കാൻ ജ്ഞാനം വേണം. ആ ജ്ഞാനം സുദൃഢമാക്കാനായിട്ട് വൈരാഗ്യം വേണം. ഇത് 3 ഉണ്ടെങ്കിലേ ഏതു കാര്യവും നടക്കൂ. ഗജേന്ദ്രനായി ജനിച്ചിട്ടുള്ള ആ ഗജം മുതലയാൽ പിടിക്കപ്പെട്ടപ്പോൾ യസ്മിന്നേതം യദയിദം എന്നൊക്കെ പറഞ്ഞ് സ്തുതിച്ചു. എന്ത് സ്തുതിച്ചിട്ടും ഭഗവാൻ മുമ്പിൽ വന്നില്ലല്ലോ. ഭഗവാൻ മുമ്പിൽ വരാൻ എന്ത് വേണ്ടി വന്നു? നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഭക്തിയോടുകൂടി നാരായണ എന്ന് വിളിച്ചു, ജ്ഞാനത്തോടുകൂടി അഖില ഗുരോ എന്ന് വിളിച്ചു, വൈരാഗ്യബുദ്ധിയോടുകൂടി ഭഗവൻ എന്ന് വിളിച്ചു. ഈ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും വന്നു എന്ന് കണ്ടപ്പോൾ ഭഗവാൻ 4 ചതുർഭുജധാരിയായി വന്ന് ആ തുമ്പിയിൽ നിന്ന് താമരയെടുത്തു, മറ്റൊരു തുമ്പി ഉയർത്തി ആ ഗജേന്ദ്രനെ രക്ഷിച്ചു. അതാണ് നമുക്ക് ആവശ്യം എന്നുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു? പഴയ കാര്യമൊക്കെ ഓർമ്മ വന്ന മാന് പുലഹാശ്രമത്തിന്റെ അടുത്ത് തന്നെ നാമോച്ചാരണമൊക്കെ കേട്ടുകൊണ്ട് അവിടെ തന്നെ ഇരുന്നു പുല്ലും വെള്ളമൊക്കെ കുടിച്ച് അവസാനം ഹൃദി അടങ്ങും. എന്നിട്ടോ പ്രാപ്തോ ദിജത്വമധമൂകവദാത്മജന്മ സ്മൃത്യാചരൻ നിശിഖലൈർ നൃപശുത്വമാപ്തഃ നീതോ ബലാദസിധരൈഃ വൃഷലേന്ദ്രഭൃത്യൈഃ കാളീഗൃഹം സഭവദാഖില രക്ഷിതോ ഭൂത്. അടുത്ത ജന്മം ബ്രാഹ്മണഗിരസിലെ അങ്കിരസ് ഗോത്രത്തിൽപ്പെട്ട ശമം, അതുപോലെ തപസ്, വിനയം, തൃപ്തി, എന്ത് കിട്ടിയ ദൃച്ഛാലാപ സന്തുഷ്ട എന്ന് പറഞ്ഞ ബ്രാഹ്മണന്റെ ധർമ്മങ്ങളൊക്കെ ഉള്ളതായ നല്ലൊരു ബ്രാഹ്മണന്റെ കുലത്തില് അദ്ദേഹത്തിന് സമാനശീലരായ 9 പുത്രന്മാരുണ്ടായിരുന്നു. മൂത്ത ഭാര്യയിൽ, 2ാമത്തെ ഭാര്യയില് ഒരു പുത്രനും പുത്രിയും ഉണ്ടായി. അതില് പുത്രനായി പിറന്നത് ഈ മാൻകുഞ്ഞായി ജീവിതം ഉപേക്ഷിച്ച ഭരത ചക്രവർത്തി തന്നെയായിരുന്നു. എന്താണ്? ശുചീനാം ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ട അഭിജായതേ എന്ന് പറഞ്ഞ യോഗഭ്രഷ്ടനാണ്. അതുകൊണ്ട് വീണ്ടും നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു. എന്നിട്ട് ഏതദ്ധി ദുർലഭതരം ലോകേ ജന്മ യതീദൃശം തത്രതം ബുദ്ധി സംയോഗം ലഭതേ പൗർവദേഹികം എന്ന് പറഞ്ഞു. തങ്ങളുടെ ഭൗതിക വാസനകളെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമത്രേ. മാത്രമല്ല ശ്രേഷ്ഠതയുള്ള കുടുംബത്തിൽ ജനിച്ചാൽ അങ്ങനെയുള്ളവരെ ജീവിതാരംഭം മുതൽ ആധ്യാത്മികത വെച്ചു പുലർത്താൻ സാധിക്കും. അങ്ങനെയുള്ള എത്രയോ മഹാന്മാരുടെ കഥകള് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? വിചാരിച്ചു ഇതെല്ലാം തന്നെ എന്തായാലും മാൻകുട്ടിയോട് ദയാവാത്സല്യം തോന്നി അതിനെ എടുത്ത് രക്ഷിച്ചു. അതിൽ തെറ്റുണ്ടായില്ല. പക്ഷെ ആ കുട്ടിയോട് തോന്നിയ മമത്വമാണ്
തനിക്ക് എല്ലാ നാശത്തിനും കാരണം. തസ്മാത് ജാഗ്രത, ജാഗ്രത എന്ന് തൻ്റെ ബുദ്ധിയെ വിളിച്ചു പറഞ്ഞു. ഓർത്തോ ഓർത്തോ ഓർത്തോ, ജാഗ്രത ജാഗ്രത എന്ന് മനസ്സിനെ വിളിച്ചു പറഞ്ഞു. ഉടനെ തന്നെ എന്ത് ചെയ്തു? അതായത് സാധാരണ പറയും, ഞാൻ ഇത്ര ദിവസം നടന്നില്ലേ, വീണില്ലല്ലോ, ഇന്ന് ഞാൻ വീണുവല്ലോ എന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം നടന്ന വഴിയിൽ ചാണം, കുതിരച്ചാണോ അല്ലെങ്കിൽ പഴത്തൊലിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. 100ാമത്തെ അടി വെച്ചപ്പോൾ ചിലപ്പോൾ പഴത്തൊലിയിലാവും ചറുക്കി വീഴുക. അപ്പൊ എന്ത് വേണം? ദൃഷ്ടിപൂതം ന്യസേത്പാദം വസ്ത്രപൂതം ജലം പിബേത് എന്ന് പറഞ്ഞു തന്നുണ്ട്. മനഃപൂതം സമാചരേത്, നമ്മുടെ മനസ്സിന് പരിശുദ്ധമായിട്ടുള്ള പ്രവൃത്തി വേണം ചെയ്യാൻ. ഓരോ അടി വെക്കുമ്പോഴും ശ്രദ്ധിക്കണം, വാരിക്കുഴിയിൽ വീഴാതിരിക്കാൻ. ആന നല്ല സാമർത്ഥ്യത്തിൽ കയ്യിൽ വലിയൊരു പട്ടയം വെച്ചുകൊണ്ട് വഴി അന്വേഷിച്ചുകൊണ്ടാ പോവുക. പക്ഷെ എപ്പോഴാണോ കരയണു അല്ലെങ്കിൽ പിടിയാനയുടെ ഭ്രമത്തിൽ പെടുമ്പോഴോ ആ ഇന്ദ്രിയങ്ങൾക്ക് വശങ്കതനായിട്ട് വാരിക്കുഴി ചെന്ന് വീഴും, ഇല്ലേ? അപ്പൊ അതെന്ത് വേണം? ശ്രദ്ധയാണ് ആവശ്യം. അതുകൊണ്ട് ജാഗ്രത ജാഗ്രത എന്ന് മനസ്സിനെ വിളിച്ചു പറഞ്ഞു. ഋഷഭദേവൻ പറയാണ്, എന്താണ്? തപോ ദിവ്യം പുത്രകാഹ എന്ന് പറഞ്ഞു. 3 തരത്തിലുള്ള തപസ്സുണ്ട്. സാത്വിക തപസ്, അല്ലെ, രാജസ തപസ്, താമസിക തപസ് എന്ന് പറഞ്ഞു. സാത്വിക തപസ്സായിരിക്കണം നമുക്ക്, അല്ലെ? രജോ ഗുണത്തിലുള്ള തപസ്സാണ് നമ്മളൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ട്. താമസ ഗുണമാണ് അസുരന്മാർക്ക്. വത്സ എന്താ വേണ്ടേ? അവന്റെ തല പൊട്ടിത്തെറിക്കണേ എന്നാണ് ഇവർ പ്രാർത്ഥിക്കുക, അല്ലേ? നമ്മളങ്ങനെ പ്രാർത്ഥിക്കില്ല. ഏതായാലും സാത്വികമായിട്ടുള്ളത് വേണം. പണിയായുധങ്ങളുണ്ട്. ഒരു കൃഷിക്കാരൻ തൻ്റെ പണിയായുധങ്ങളെ വൃത്തിയായി കഴുകി സൂക്ഷിച്ചെടുത്തു വെച്ചാൽ അടുത്ത കൊല്ലവും കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കാതിരിക്കും. നമ്മളുടെ മനസ്സിനെ നമ്മൾ ശുദ്ധാക്കണ്ടേ, അല്ലെങ്കിൽ അത് തുരുമ്പ് പിടിച്ച് കേടുന്നു പോവില്ലേ? അതിനാണ് ഋഷഭദേവൻ പറഞ്ഞത്, തപോ ദിവ്യം പുത്രകാഹ, ദിവ്യമായി തപസ്സു ചെയ്യൂ മക്കളെ എന്ന് പറഞ്ഞ് ഉപദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇനിയൊരു അബദ്ധം പറ്റരുത് എന്ന് തീരുമാനിച്ചു. ഈ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചതായ, പേരൊന്നുമില്ല, ജഡഭരതെന്ന് നമ്മൾ പേരിട്ടു. ഈ ജന്മത്തിൽ ഒരു ദോഷവും പറ്റരുത്. പൂർവകഥ ഓർമ്മിച്ചുകൊണ്ട് കണ്ടാലും കേട്ടാലും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ചു. കണ്ടാല് കാണാത്തവനെ പോലെ ഇരുന്നു, കേട്ടാല് ഭദ്രനെ പോലെ പ്രവർത്തിച്ചു, ജഡനെ പോലെ പ്രവർത്തിച്ചത് കൊണ്ട് എല്ലാവരും കൂടെ മണ്ടൻ എന്നൊരു പേരും കൊടുത്തു. അങ്ങനെ എല്ലാവരും മണ്ടൻ എന്ന് വിളിച്ചു. അതിനും അദ്ദേഹം പ്രതികരിച്ചില്ല. നേരാവില്ല എന്ന് അച്ഛനും തോന്നി. കുറെ ഉപദേശിച്ചൊക്കെ നോക്കി, എന്തു ചെയ്തിട്ടും ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ഗായത്രി പോലും വ്യാഹൃതിയോടുകൂടി പറയാൻ അറിയുന്നില്ല. അതുകൊണ്ട് ആ മനസ്താപത്തിൽ തന്നെ അച്ഛൻ മരിച്ചു. അച്ഛൻ മരിച്ചപ്പോൾ 2ാമത്തെ ഭാര്യയായ ഈ ഭരതന്റെ അമ്മ സതിയായി ദേഹത്യാഗം ചെയ്തു. സപത്നിയുടെ അടുത്ത് ഏൽപ്പിച്ചു തൻ്റെ മക്കളെ. അച്ഛൻ മരിച്ചതോടെ ആരും ഇനി ചോദിക്കാനില്ല എന്നുള്ള ധൈര്യം, ഉദ്ദണ്ഡത്വം തോന്നി മൂത്ത സപത്നിയുടെ മക്കൾക്ക്. അവരെന്ത് ചെയ്തു? ഭരതനെ വെറും മണ്ടനായി കരുതി. അവർക്കുണ്ടോ പരാവിദ്യയുടെ മഹത്വം അറിയുന്നത്? അവർ ദ്വിജനാണ്, സംസ്കാര സമ്പന്നനാണ് എന്ന് അഭിമാനിക്കുന്നുണ്ടെങ്കിലും തികച്ചും ഒരു തരത്തിലെ സംസ്കാരവും ഇല്ലാത്ത ദ്വിപാദന്മാരെന്ന് പറയുന്നത് ഭാഗവതത്തില് 2 മൃഗങ്ങളെ പോലെ ആയിരുന്നു. ജഡൻ, മന്ദൻ, ചെകിടൻ, കുരുടൻ എന്നൊക്കെ വിളിച്ചപ്പോ അതേപോലെയൊക്കെ പെരുമാറി ഭരതൻ. അങ്ങനെ പ്രാകൃത ദീപതപശുഭിഹി എന്ന് പറഞ്ഞ് 2 കാലുള്ള ഈ മൃഗങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ജോലിയൊക്കെ ചെയ്യിപ്പിച്ചു. അതിനനുസരിച്ച് ഇദ്ദേഹം പ്രവർത്തിച്ചു. വെട്ടാൻ പറഞ്ഞാല് മേട് ശരിയാക്കാൻ പറഞ്ഞാൽ കുഴിയാക്കും, കുഴി നികത്താൻ പറഞ്ഞാൽ മണ്ണ് വീണ്ടും കുഴിയാക്കും. ഇങ്ങനെ പറയുന്നതിന് വിപരീതമൊക്കെ ആചരിച്ച് ഇവ മണ്ടൻ തന്നെയാണെന്നുള്ള മുദ്ര കുത്തിച്ചു. അങ്ങനെ കിട്ടുമ്പോൾ പരേച്ഛയാ കരോതി വിഷ്ടിതോ വേദനതോ വാ എന്ന് പറഞ്ഞത്. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചു. കൂലിയായിട്ട് എന്തെങ്കിലും കൊടുത്താലായി, ഒന്നും കൊടുത്തില്ലെങ്കിലും വിരോധമില്ല. അല്ലെങ്കിൽ യാചിച്ചു കിട്ടും, എന്ത് കിട്ടിയോ അത് തന്നെ ഭക്ഷിക്കും. അതിൽ അല്പമാണെന്നോ സമൃദ്ധിയാണെന്നോ എത്ര കൊടുത്താലും തിന്നും. കൊടുത്തില്ലെങ്കിൽ ഇത്തിരിയേ കൊടുത്തുള്ളൂ, ഇത്തിരി തിന്നും. രുചിയുള്ളതാണെങ്കിൽ രുചിയുള്ളത്, രുചിയില്ലെങ്കിൽ രുചിയില്ല എന്നൊന്നും നോക്കിയില്ല. ഇന്ദ്രിയ പ്രീതിക്ക് വേണ്ടിയല്ല, ദേഹം നിലനിർത്താൻ വേണ്ടി മാത്രം ഈ ദടഭരതൻ എന്തെങ്കിലും ഭക്ഷിച്ചു. ജിതേ രസേ സർവം ജിതം എന്നാണ് പ്രമാണം. നാവിനെ ജയിച്ചാൽ എല്ലാം ജയിച്ചു എന്നാണ്. അങ്ങനെ നിസ്തുലമായ ആനന്ദം ഇടതടവില്ലാതെ നുകർന്നതിനാൽ ബാഹ്യമായ ദ്വന്ദ്ങ്ങളൊന്നും അദ്ദേഹത്തെ അലട്ടിയില്ല. തടിച്ചു കൊഴുത്ത വൃഷഹ ഇവ എന്ന് പറഞ്ഞ് ഒരു കാളയെ പോലെ ബലവാനായ ഭരതൻ. തണുപ്പ് വിരോധമില്ല, ചൂട് വിരോധമില്ല, കാറ്റായാലും ശരി മഴയായാലും ശരി അതൊന്നും വകവയ്ക്കില്ല. കുളിക്കില്ല, ശുചിയില്ല, നിലത്ത് കിടന്ന് പുരളും. അങ്ങനെ ശരീരം മുഴുവൻ പൊടി പുരണ്ട് ബ്രാഹ്മണനാണെന്നുള്ളതിൻ്റെ ലക്ഷണമായ പൂണൂല് പോലും കറുത്ത് കാരിരു നിറത്തിലായി. എല്ലാവരും അവനെ ബ്രഹ്മബന്ധു എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ആയിക്കഴിഞ്ഞു. സഹോദരന്മാര്
ഇത് തന്നെ താപ്പ്, അവർക്ക് സുഖമായി, കൂലി കൊടുക്കാണ്ട് ഒരാളെ കിട്ടുമെങ്കിൽ ഇതിനേക്കാൾ എന്ത്. അവരൊക്കെ കൂടെ എന്ത് ചെയ്തു, പാടത്ത് മുട്ട പണിയടിപ്പിക്കും. പണിയടിപ്പിച്ചിട്ട് കിട്ടിയത് എന്തായാലും അത് തിന്നും. പിണ്ണാക്ക് കൊടുക്കും, ചിലപ്പോൾ ഉഴുന്നു കൊടുക്കും, ചിലപ്പോൾ തൊണ്ടായിരിക്കും, ചിലപ്പോൾ തവിടായിരിക്കും, ചിലപ്പോൾ പുളിച്ചതായിരിക്കും, ചിലപ്പോൾ വളിച്ചതായിരിക്കും, പുഴുവുള്ളതായിരിക്കും. എന്ത് കൊടുത്തുവോ അമൃതവത്, അമൃതം പോലെ അത് ഭക്ഷിക്കും. അങ്ങനെയായി. അങ്ങനെ ഇരിക്കെ ആ നിലയ്ക്കാണ് ഒരു ദിവസം ഇവരൊക്കെ കൂടെ കൃഷിയിടം നോക്കാനായിട്ട് ഈ ഭരതനെ ഏൽപ്പിച്ചു. ജഡഭരതര് കൃഷിസ്ഥലത്ത് ചെന്ന് വീരാസനത്തിൽ ഇരിക്കുകയാണ്. അവിടുന്ന് എണീക്കൊന്നുമില്ല. വല്ലതും വന്ന് തിന്നാലോ അദ്ദേഹത്തിന് ഒരു വിരോധമില്ല. ഏതായാലും അവിടെ ഇരിക്കുകയാണ്, കാവലിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു കള്ളസംഘത്തിന്റെ നായകൻ തനിക്ക് സന്തതി ഉണ്ടാകാൻ വേണ്ടി തേടി പിടിച്ചു ഒരാളെ. ആ ആളെന്ത് ചെയ്തു, അവിടുന്ന് ഓടിപ്പോയി. ഓടിപ്പോയപ്പോൾ കള്ളസംഘത്തിന്റെ തലവൻ പറഞ്ഞു, എനിക്ക് ഇന്ന് തന്നെ ബലിയർപ്പിക്കണം, ന്യൂനതയൊന്നുമില്ലാത്ത ഒരാളെ നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞതോടുകൂടി ഈ ഭൃത്യന്മാരെ അന്വേഷിച്ച് നടക്കുകയാണ്. അന്വേഷിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തേടിയ വള്ളി കാലിൽ ചുറ്റുകയെന്നൊക്കെ പറയില്ലേ, അതുപോലെ അവിടെ ഇരിക്കുന്നു വീരാസനത്തിൽ ഹൃഷ്ടപുഷ്ട സംഹനനാംഗ ആനന്ദ തുന്തിലഹ. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇരിക്കുന്ന കണ്ടപ്പോൾ വേഗം അവനെ പിടിച്ചു കെട്ടി വലിച്ചഴിച്ച് കൊണ്ടുപോയി. അപ്പോഴും ഒരു കുഴപ്പമില്ല, അതിന് ഒരു പ്രതികരണവും ഉണ്ടായില്ല. അവിടെ അപ്പോഴും എന്താ ജഡഭരതർ വിചാരിച്ച് കാണുക, ഇതോടുകൂടി എൻ്റെ ചരമജീവിതം അവസാനിക്കുമല്ലോ എന്ന് വിചാരിച്ച് കാണും. എന്തോ ആട്ടെ, അവിടെ ചെന്നു, കുളിപ്പിച്ചു, കോടി ഉടിപ്പിച്ചു, കളഭം ചാർത്തി, ശരീരം മുഴുവൻ സുഗന്ധദ്രവ്യങ്ങളെ കൊണ്ട് പൂശി, ധൂപദീപാദികളൊക്കെ കൊടുത്തു, ചെമ്പരത്തിമാല അണിയിച്ചു, തളിർ പഴങ്ങളൊക്കെ തിന്നാൻ കൊടുത്തു, പാട്ട്, മദ്ദളം, താളം, മൃദംഗം, ഇനി വേണ്ട പൊടിപ്പൂരം, അതിമനോഹരമായിട്ടൊക്കെ ചെയ്തു. അങ്ങനെ ആ കള്ളസംഘത്തിന്റെ നേതാവിന്റെ പുരോഹിതനുണ്ടല്ലോ, ആ പുരോഹിതൻ നരബലി നടത്താൻ തീരുമാനിച്ച് മൂർച്ചയുള്ള വാള് കയ്യിലെടുത്തു. അതും പൊക്കിക്കൊണ്ട് ആ ബ്രാഹ്മണ വംശമാണ് എന്ന് പോലും നോക്കാതെ ധർമാചരണം എന്നതിൻ്റെ പേരിൽ ആ സംരംഭം പുറപ്പെട്ടു. അങ്ങനെ അവരുടെ ഹിംസാ വിനോദം എന്നാ പറഞ്ഞത്. ഹിംസാ വിനോദം നടത്തുന്ന ദുർമത അന്ധർ, മതം പിടിച്ചവരെ പോലെയില്ലേ അവരെ, കണ്ണ് കാണാത്തവരെ പോലുള്ള അവരുടെ പെരുമാറ്റം കണ്ടപ്പോൾ ബീഭത്സ സംരംഭം കണ്ട് തെല്ലും പതറിയില്ലാത്രേ ആ ബ്രഹ്മ ഋഷി. മാനാപമാനമൊന്നും അദ്ദേഹത്തിനൊന്നും പ്രശ്നമല്ല. ദ്വന്ദ്വാതീതനാണ്, വിമത്സരനാണ്, സുഖിയാണ്, നിജലാഭതുഷ്ട. അതുകൊണ്ട് നിജലാഭത്തിൽ സന്തോഷിക്കുന്ന, ആത്മാനുഭൂതിയിൽ അങ്ങോട്ട് സന്തോഷവാനായിട്ടിരിക്കുന്ന ആ ജഡഭരതൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നേരെ വാളോങ്ങാൻ പുറപ്പെട്ടു. ഇവരെല്ലാവരും കൂടെ വാളോങ്ങാൻ അങ്ങോട്ട് പുറപ്പെട്ട സമയത്ത് ആ ബിംബത്തിൽ നിന്നും ഒരു ചൈതന്യ രൂപം, പ്രകാശപുഞ്ചം അവിടെ നിന്ന് അങ്ങോട്ട് പുറപ്പെട്ട് ആ മഹാകാളി അഷ്ടൗഭുജംഗീ മഹിഷസ്യമർദ്ദിനി എന്നുള്ള രൂപത്തില് 8 കൈകളോടുകൂടി അതിഘോരമായ അട്ടഹാസത്തോടു കൂടി ആകെ അങ്ങട് ജയ ജയ ദുർഗ എന്ന് പറയിപ്പിക്കുന്ന തരത്തിൽ ആ ബിംബത്തിൽ നിന്നും അങ്ങോട്ട് ചാടി വീണു. നമ്മള് ലളിതാ സഹസ്രാമത്തിൽ പറയും, ലോകപർവ്വത ദംബോളിഹി മൃത്യുദാരു കുഠാരിക. ദംബോളി എന്ന് വെച്ചാൽ വജ്രായുധമാണ്. ലോകപർവ്വത ദംബോളി, ലോക പർവ്വതങ്ങൾക്ക് പണ്ട് ചിറകുണ്ടായിരുന്നു അത്രേ. ചിറകുണ്ടായിരുന്നപ്പോൾ ഈ പർവ്വതങ്ങളൊക്കെ തോന്നിയടത്ത് പറക്കും. പറന്നിട്ട് എവിടെയെങ്കിലും പോയി ചെന്നിരിക്കും. അപ്പോൾ ഈ ജനസമുദ്രങ്ങളിലെ ഇടയിലാണ് ചെന്നിരിക്കുക. അപ്പോൾ അവിടെയുള്ളവരൊക്കെ അതിൻ്റെ ഇടയിൽ ചതഞ്ഞ് ചാവും. ഇതൊക്കെ കണ്ടപ്പോൾ വജ്രായുധം കയ്യിൽ പിടിച്ചിരിക്കുന്ന ഇന്ദ്രദേവനോട് എല്ലാവരും കൂടെ അപേക്ഷിച്ചപ്പോൾ ഇന്ദ്രദേവൻ എല്ലാ പർവ്വതങ്ങളുടെയും ചിറക് വെട്ടി. അങ്ങനെ രക്ഷിച്ചൊരു കഥയുണ്ട്. ഇവിടെ അതുപോലെ പറയാണ്, പർവ്വത ദംബോളിയെ പോലെ ആ രാക്ഷസവർഗത്തിനെ, ആ അസുരപടയെ, ആ കൊള്ളസംഘത്തിനെ നശിപ്പിക്കാൻ തയ്യാറായിക്കൊണ്ട് ആ ഉഗ്രസ്വരൂപത്തിൽ ദേവി കാളി പ്രത്യക്ഷപ്പെട്ടു വന്നു. ആ പ്രത്യക്ഷപ്പെട്ടു വന്നിട്ട് എന്താ അങ്ങനെ വരാൻ കാരണം എന്ന് പറയാണ്. അത് വന്ന് ഉടനെ തന്നെ എല്ലാവരെയും, ഭഗവാൻ വന്നുടനെ തന്നെ എല്ലാവരെയും അങ്ങോട്ട് വെട്ടി ശരിയാക്കുക മാത്രമല്ല, ആ രക്തം അങ്ങോട്ട് വാരി വാരി കുടിച്ചു. എന്നിട്ട് കന്തുക ക്രീഡയാ, പന്തിട്ട് തള്ളി കളിച്ചു എന്ന് അവരുടെ ശിരസ് കൊണ്ട്. കാരണം തൻ്റെ ഭക്തന് നേരെ ആരെങ്കിലും അപരാധം ചെയ്താൽ ഭഗവാൻ പൊറുക്കുകയില്ല.
നമുക്കറിയാം പല കഥകളുണ്ടല്ലോ. എന്തൊക്കെയാണ് കഥകള് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിലെ ആ ദേവിക്ക് അല്ലെങ്കിൽ ദ്രൗപദി ദേവിയുടെ വസ്ത്രാക്ഷേപം നടത്തിയ സമയത്ത് ആ ഭഗവാൻ അവിടെ വിദൂരമായിട്ടിരുന്നു കൊണ്ട് തന്നെ പട്ടുചേലകൾ നെയ്തു കൊടുത്ത കഥ നമുക്കറിയാമല്ലോ. അങ്ങനെ പട്ടുചേലകൾ നേടിക്കൊടുത്തിട്ടുള്ള ദേവി. അതുപോലെ തന്നെ വിതുരണ്ട കൊട്ടാരത്തിൽ ചെന്ന് അവരുടെ സൽക്കാരം സ്വീകരിച്ച ഭഗവാന്റെ കാരുണ്യം. പ്രഹ്ലാദനെ രക്ഷിക്കാൻ വേണ്ടി ഹിരണ്യകശിപുവായി, ആ ഹിരണ്യകശിപുവിനെ കൊല്ലാൻ വേണ്ടി നരസിംഹമൂർത്തിയായി ഉടലെടുത്ത ആ ഭഗവാന്റെ രൂപം. അതുപോലെ തന്നെ ശാകാന്നമശ്നന് ആ ഇലക്കറിയെ ഭക്ഷിച്ച് ദാന്തന് തൃപ്തി ഉണ്ടാക്കി കൊടുത്ത ഭഗവാൻ. സുദാമന്റെ പത്നിയായ പതിവ്രതയാ ശിരോമണിക്ക് വേണ്ടി തുംഗസൗധങ്ങൾ തീർത്തതും തുംഗസൗധങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഭഗവാന്റെ കരുണ. ഇങ്ങനെ എവിടെയൊക്കെ ഉണ്ടോ ആ ഭഗവാന്റെ കരുണ നമ്മൾ കണ്ടിട്ടുണ്ട്. പല വേഷത്തിൽ പല രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. എന്താ കാരണം എന്ന് ചോദിച്ചു. സമശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോഃ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേതസ്ഥിരമതിഃ ഭക്തിമാൻ മേ പ്രിയോ നരഹ എന്ന് ഭഗവാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ശത്രുവിലും മിത്രത്തിലും ഒരുപോലെ ഇരിക്കുന്നവൻ, മാനവും അപമാനത്തിനെയും ഒരുപോലെ സ്വീകരിക്കുന്നവൻ, ശീതം ഉഷ്ണം എന്നുള്ളതായ ദ്വന്ദ്വത്തെയെല്ലാം ജയിക്കുന്നവൻ, സംഘം ഇല്ലാത്തവൻ, സ്തുതിയിലും മൗനത്തിലും തുല്യമായി പെരുമാറുന്നവൻ, കിട്ടുന്നത് കൊണ്ട് തൃപ്തിയായി ജീവിക്കുന്നവൻ. ഇവരൊക്കെ എനിക്ക് പ്രിയരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രിയനല്ലാതിരിക്കുമോ ഈ ഭരതൻ? അതുകൊണ്ട് വിഷയസംഘമാണ് മനുഷ്യനെ ഏറ്റവും അധപ്പതിക്കുക എന്ന് കാണിക്കുകയാണ്. പ്രഹ്ലാദനെ രക്ഷിക്കാൻ തൂണിൽ നിന്ന് വന്ന നൃസിംഹനായി, ഗജേന്ദ്രനെ രക്ഷിക്കാൻ ചതുർഭുജനായി വന്നതും, അതുപോലെ തന്നെ വിതുരന്റെ ആതിഥ്യം സ്വീകരിച്ചരുളിയതും, ആത്തയാം ദ്രൗപദിക്ക് പടുചേലകൾ നെയ്തതും, സുദാമാവിന്റെ പത്നിക്ക് ഉത്തുംഗ സൗധങ്ങൾ തീർത്തതും എല്ലാം ആ ഭഗവത് കാരുണ്യമല്ലേ. ഭൂമിയെയും മറ്റു തേജോ ഗോളങ്ങളെയും എല്ലാം അനുക്ഷണം ഓരോ നിമിഷവും ഭ്രമണം ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാലസ്വരൂപനായ ഭഗവാന്, അചിന്ത്യമായ ചിദ്വൈഭവമുള്ള ആ ഭഗവാൻ മുടന്തനെന്നോ ഊമയെന്നോ ചെകിടനെന്നോ ഒന്നുമില്ല അദ്ദേഹത്തിന്. എല്ലാവരുടെ കണ്ണിന് കണ്ണായി, കാതിന് കാതായി, സർവവേത്ത എന്നാണ് പറയുക, എല്ലാം അറിയുന്നവനായി, സർവസാക്ഷിയായി, എല്ലാത്തിനും അദ്ദേഹത്തിന് പാഞ്ഞെത്താൻ വല്ല സമയവും വേണോ? ഗജേന്ദ്രന്റെ മോക്ഷം കെടുക്കാൻ ഗരുഡനേക്കാളും വേഗത്തിൽ പാഞ്ഞെത്തിയത് ആ ഭഗവാനല്ലേ. പ്രത്യേക അപേക്ഷയും ആവശ്യമില്ല. സമസ്ത സാക്ഷി, സർവഭൂത സുഹൃത്ത്, അപാര കരുണാവാരം, അങ്ങനെയുള്ള ഭഗവാൻ അവിടേക്ക് നീ. അതിന് പറയും ആസീനോ ദൂരം വ്രജതി ശയാനോ യാതി സർവതഃ എന്ന കഠോപനിഷത്ത് വാക്യം അക്ഷരം പ്രതി അർത്ഥവാർത്താക്കുകയാണ് ജഡഭരത മുനിയെ ബലി കൊടുക്കാൻ ഒരുക്കിയതായ രംഗം. അവിടെ പറയാണ് ഭഗവാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് വിലപിക്കുകയൊന്നും വേണ്ടെന്നാണ്. സ്വാമിജി തന്നെ എഴുതിയതായ വാചകം ഞാനിവിടെ വായിക്കാം. പറയാണ് മാണ്ഡൂക്യോപനിഷത്തിൽ പറയുന്നു, നന്ദപ്രജ്ഞം ന ബഹിഷ്പ്രജ്ഞം നോ ഭയദപ്രജ്ഞം ന പ്രജ്ഞാനഘനം ന പ്രജ്ഞം നാപ്രജ്ഞം അദൃഷ്ടം അവ്യക്തം അവ്യവഹാര്യം അഗ്രാഹ്യം അലക്ഷണം അചിന്യം അവ്യപദേശ്യം ഏകാത്മപ്രത്യസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം ചതുർത്ഥം മന്യന്തേ സ ആത്മാ സഹ വിജ്ഞേയ എന്നാണ്. അതായത് പറയാണ്, ന അന്തപ്രജ്ഞം ഉള്ളിന്റെ ഉണർവില്ല, ന ബഹിഷ്പ്രജ്ഞം വെളിയുണർവുമില്ല, ന ഉഭയത പ്രജ്ഞം എന്ന രണ്ടും കൂടിയതാണോ? അതുമല്ല. ന പ്രജ്ഞാന ഘനം എന്ന ഉണർവെല്ലാം കൂടെ കട്ട പിടിച്ച് ഘനീഭൂതമായിട്ടുള്ള ഒന്നാണോ? അല്ല. ന പ്രജ്ഞം വെറും ഉണർവാണോ? അല്ല. എന്നാലോ ന അപ്രജ്ഞം ഉണർവില്ലാത്തതാണോ? അതുമല്ല. അദൃഷ്ടം, അദൃഷ്ടമായിട്ടുള്ള ഒന്ന്. അവ്യവഹാര്യം എന്നാണ്, വ്യവഹരിക്കാൻ പറ്റാത്തത്. അഗ്രാഹ്യം, ആർക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തത്. അലക്ഷണം എന്നാണ്, ലക്ഷണങ്ങളെ കൊണ്ട് ഇന്നതാണെന്ന് പറയാൻ സാധിക്കാത്തത്. അചിന്യം, നമുക്ക് മനസ്സുകൊണ്ടോ
ഇന്ദ്രിയങ്ങളെ കൊണ്ടോ കരണങ്ങളെ കൊണ്ടോ എത്താൻ പറ്റാത്തതും അതേപോലെ തന്നെ വിവരിക്കാൻ വയ്യാത്തതും ആത്മാ എന്ന പ്രത്യയത്തിന്റെ സാരം, പ്രപഞ്ച ദുഃഖങ്ങളെ മുഴുവൻ നശിപ്പിക്കാൻ പറ്റുന്നത് ശാന്തം. എപ്പോഴും ശാന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? സമൃദ്ധി ശാന്തം എന്നാണ്. സമൃദ്ധമായിട്ടുള്ളവനെ ശാന്തമായിട്ടിരിക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ നിജലാഭതുഷ്ട പരിപൂർണ ആനന്ദ സ്വരൂപ സച്ചിദാനന്ദ പുതപ്പായിട്ടുള്ള ഭഗവാൻ എപ്പോഴും ശാന്തൻ എന്നല്ലാതെ പറയാൻ പറ്റുമോ? അങ്ങനെയുള്ളവൻ അദ്വൈതം, അത് ആദ്യമേ പറഞ്ഞല്ലോ, അനുപമമാണെന്ന് അല്ലേ? അനുപമമായ ഒന്നാണ്, ഇതുപോലൊന്നുമില്ല. ഋഷഭയോഗീശ്വരനോട് പറഞ്ഞു, എന്നെ പോലൊരു പുത്രനില്ല, ഞാൻ തന്നെ പുത്രനായിട്ട് ജനിക്കുക. അദ്വൈതമാണ്, കേവലമാണ്. നാലാമത്തേതായ തുരീയം എന്ന് പറയുന്ന ആത്മാവിനെയാണ് നമ്മൾ അറിയേണ്ടത് എന്ന് പറയണം. ഇത് സ്വാമിജി എഴുതിയ പുസ്തകത്തിലത്തെയാണ്, ഞാൻ അതങ്ങനെ തന്നെ വായിച്ചു എന്ന് മാത്രം. പ്രപഞ്ചം അടിച്ചേൽപ്പിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാൻ കഴിവുള്ള ഒരേ ഒന്നാണ് ചിച്ഛക്തി. ആ ചിച്ഛക്തി മനുഷ്യനെയല്ല എന്തിനേയും ഗ്രസിച്ചു നിൽക്കും. അത്ര അനന്തം, അജ്ഞാതം, അവർണ്ണനീയം, വിവരിക്കാൻ കഴിയാത്ത ആ സൃഷ്ടി തന്നെ അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ സൃഷ്ടശക്തിയെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ സൃഷ്ടി തന്നെ അനന്തം, അജ്ഞാതം, അവർണ്ണനീയമാണെങ്കിൽ ആ സ്രഷ്ടാവിൻ്റെ ശക്തി എത്രത്തോളം ആയിരിക്കും? നമുക്ക് എങ്ങനെ എത്തിപ്പെടാൻ സാധിക്കില്ല എന്ന് പറയണം. ആ അചിന്ത വൈഭവത്തിൻ്റെ ആ പരിപൂർണ കല്യാണനിധിയുടെ ആ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ അമർന്നിരിക്കുന്ന ഭക്തോത്തമരിൽ ജഡഭരതൻ അല്ലേ? ജഡഭരതൻ എന്താണ്? ആ വിഷ്ണുവെ തന്നെ, വിഷ്ണോഹോ പദം, വിഷ്ണുവിന്റെ പദത്തെ തന്നെ ചിന്തിച്ചിരുന്നോണ്ട് വാള് വന്നതൊന്നും അറിഞ്ഞില്ല. കാരണം ശരീരത്തിനെ ആത്മാവല്ല, ആത്മാവ് വേറെയാണ്, ഞാൻ വേറെയാണ്, ഈ ശരീരം ജഡമാണ് എന്ന ബോധത്തിൽ അവിടെ ഇരുന്ന് കൊടുത്തുപോയി. അങ്ങനെയുള്ളതായ ആ അത്ഭുതം എന്ന് പറയാൻ പറ്റുമോ? അത്ഭുതമേ അല്ല എന്ന് പറയാണ്. വിഷ്ണുരാധ എന്ന് വിളിക്കുകയാണ് ഇവിടെ. കാരണം വിഷ്ണുവിനാൽ തന്നെ ഗർഭത്തിൽ വെച്ച് രക്ഷിക്കപ്പെട്ട മഹാപ്രഭുവിന്റെ പൗരുഷികനായിട്ടുള്ള പുരുഷ സംബന്ധമുള്ളതായ ആ പരീക്ഷിത് ചക്രവർത്തിയെ വിളിച്ച് പറയുകയാണ്, വിഷ്ണു രാധ, ഗർഭത്തിൽ അങ്ങയെ സംരക്ഷിച്ച ഭഗവാൻ എപ്പോഴും എവിടെയും നമ്മുടെ കൂടെയുണ്ട്. ഭക്തിചര്യയുടെ അന്തിമ തലം വരച്ചു കാണിക്കുകയാണ് ഈ ജഡഭരതോപാഖ്യാനം. ഭക്തന്മാരായ എല്ലാവർക്കും ഇതൊരു നിത്യോപദേശമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക തന്നെ വേണം. വിഷയസംഘമാണ് മനുഷ്യനെ എത്രത്തോളം പടുകുഴിയിൽ എത്തിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിട്ട് ചരിത്രം നമുക്ക് കാണുന്നു. രാജ്യം എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ സേവിച്ചിരിക്കെ പ്രാരബ്ധം എന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ, അതുകൊണ്ട് മാൻകുട്ടിയിൽ മമതയുണ്ടായി ജീവിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും 2 പ്രാവശ്യം ജനിക്കേണ്ടി വന്ന വിഷയവൈരാഗ്യം വന്നപ്പോഴോ ബ്രഹ്മത്തിലേക്ക് അടുത്ത് തൻ്റെ ശിരസ് ഛേദിക്കുവാൻ വാൾ ഉയർത്തി വന്നപ്പോൾ താൻ എന്ന് പറയുന്ന ഈ ആത്മാവ് ജഡമല്ല, ഈ ശരീരം മാത്രമാണ് ജഡം എന്ന് വിചാരിച്ചുകൊണ്ട് യാതൊരു ചാഞ്ചല്യമില്ലാതെ യാതൊരു ഭാവഭേദമില്ലാതെ ഇരുന്ന ആ സത്യമറിഞ്ഞ ഞാനെന്നും തൻ്റേതെന്നുള്ള അഹന്ത മമതാ ഗ്രന്ഥികൾ പൂർണ്ണമായി പൊട്ടിച്ചെറിഞ്ഞ സർവത്ര ദർശനം നേടിയ ആ ഭരതൻ നിർവൈരൻ, സർവഭൂത സുഹൃത്ത്, ശാന്തം, ശാന്താത്മാ, നിരപേക്ഷ, നിർവൈര എന്ന് നമുക്ക് പ്രത്യേക മുദ്ര കുത്താം. ഭഗവാൻ തന്നെ ഏകാദശത്തിൽ പറഞ്ഞു, നിരപേക്ഷം മുനിം ശാന്തം എന്ന്. നിരപേക്ഷനായി മുനിയായി ശാന്തനായിരിക്കുന്നവന്റെ അനുഗ്രഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ അംഘ്രിരേണുഭിഹി പൂയേയ, ഞാൻ അവരുടെ കാൽപാദങ്ങളെ പിന്തുടരും, അവരുടെ കാൽപാദങ്ങളിൽ പൊട്ടുവരുന്ന പൊടി എന്നെയും പരിശുദ്ധമാക്കും എന്ന് ഭഗവാൻ അരുളി ചെയ്തുവല്ലോ. ആ ഭഗവാന്റെ ആ മഹത്വം നമുക്ക് ഉള്ളൊഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭഗവാനിൽ, ആ ഗുരുവായൂരപ്പനിൽ ആ കവഴിഞ്ഞ ഭക്തി ഉണ്ടായി തരട്ടെ, ഉൾനിറയുന്ന ഭക്തി നമുക്ക് ഉണ്ടായി തരട്ടെ. ആ ഉൾനിറ ഭക്തി കൊണ്ട് നമുക്ക് ജ്ഞാനം ഉണ്ടായി തരട്ടെ. ആ ജ്ഞാനം വിവേകത്തിന് വഴിമാറി വൈരാഗ്യത്തിന് തുണയ്ക്കട്ടെ. അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ സത്രവേദിയിൽ ഒരിക്കലെങ്കിലും ഇത് പറയാൻ സന്ദർഭം ഒരുക്കി തന്ന എല്ലാ ഭാരവാഹികൾക്കും നന്മയുടെ നാളങ്ങൾ ഭഗവാൻ തന്ന് അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല, സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു
മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് എന്ന് ഭഗവാനോട് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വരുന്ന 2015 എന്നുള്ള വർഷം എല്ലാവർക്കും ശുഭമായി തീരട്ടെ. രാജ്യത്തിൽ സമൃദ്ധിയും ശാന്തിയും കളിയാടാൻ തോന്നട്ടെ. അതിനും കൂടി ഉതകട്ടെ ഈ സത്രം, ഈ സത്സംഗം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.